Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Allahumma shalli ala Muhammadin wa ala ali Muhammad. A'udzu billahi minasy syaithanir rajim. Rabbana hab lana min azwajina wa dhurriyyatina qurrata a'yun waj'alna lil muttaqina imama. ബഹുമാനിയായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ റമളാനിലും അല്ലാത്ത സന്ദർഭത്തിലുമൊക്കെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ അള്ളാഹുവുമായി നിരന്തരം ബന്ധം പുലർത്താൻ അള്ളാഹു തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം അഥവാ പ്രാർത്ഥന ജീവിതത്തിൽ ശീലമാക്കുക എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. റമളാനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്ന കൂട്ടത്തിലും പ്രാർത്ഥനയെ സംബന്ധിച്ച് ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ട്. സൂറത്തു അൽ-ബഖറയിലെ 186 ആയത്തിൽ കാണാം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ ജനങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അള്ളാഹ് വളരെ അടുത്തുള്ളവനാണ് എന്നും പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉത്തരം നൽകുമെന്നും പ്രവാചക താങ്കൾ പറഞ്ഞു കൊടുക്കണം. ഈ ആയത്ത് നോമ്പിൻ്റെ വിധിവിലക്കുകൾ പറയുന്ന ആയത്തുകൾക്കിടയിലാണ് വന്നിരിക്കുന്നത്. സൂറത്ത് അൽ-ബഖറയിൽ 183 മുതൽ 187 വരെ 5 ആയത്തുകളിലാണ് റമളാനിലെ നോമ്പിൻ്റെ വിധിവിലക്കുകൾ പറയുന്നത്. അതിലെ 186 ആയത്താണ് ഈ പറയുന്ന ആയത്ത്. എന്തിനായിരിക്കാം അങ്ങനെ പറഞ്ഞത്? ഒരു വിശ്വാസി എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥിക്കണം. റമളാനിൻ്റെ സന്ദർഭത്തിൽ പ്രാർത്ഥന പ്രത്യേകമായി അധികരിപ്പിക്കുകയും ആത്മാർത്ഥമായി നിർവഹിക്കുകയും വേണം എന്നൊരു ആശയം ഒരുപക്ഷെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ പ്രാർത്ഥനയെ പറഞ്ഞതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് സാധാരണ മതത്തിൻ്റെ വിമർശകന്മാരായ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഫ്രീ തിങ്കേഴ്സ്, ലിബറൽ വാദികൾ, ഇങ്ങനെ കുറേ ആളുകളുണ്ട്, എക്സ് മുസ്ലിം. ഇവരൊക്കെ മതത്തിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യരെ, വിശ്വാസികളെ മടിയന്മാരാക്കുന്നു. അത് കേവലം അർത്ഥമറിഞ്ഞോ അറിയാതെയോ ഉച്ചരിക്കുന്ന കുറേ മന്ത്രങ്ങളാണ്, ചൊല്ലിപ്പറച്ചിലുകളാണ്, ദൈവവുമായുള്ള ഒരു ബന്ധം മാത്രമാണ്. സമസൃഷ്ടികളുമായോ അല്ലെങ്കിൽ താൻ ജീവിക്കുന്ന ലോകത്ത് ചെയ്യേണ്ട ബാധ്യതകളോ കടപ്പാടുകളോ ഇതിൽ നിന്നൊക്കെ പ്രാർത്ഥന വിശ്വാസിയെ മുടക്കുന്നു അല്ലെങ്കിൽ തടുക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇത് മറ്റു ചില മതങ്ങളിലൊക്കെ അങ്ങനെ ആയിരിക്കാം പ്രാർത്ഥന എന്നുള്ളത്. പക്ഷെ ഇസ്ലാമിലെ പ്രാർത്ഥന എങ്ങനെയാണ്? ഇസ്ലാമിലെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ്റെ ക്രിയാത്മകതയെ, അവൻ്റെ പ്രവർത്തനക്ഷമതയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നിഷ്ക്രിയമാക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മക്കൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇനി പ്രാർത്ഥനയും വേണ്ട, മതവും വേണ്ട എന്ന് പറഞ്ഞ് ഒരു മതനിരാസ ചിന്താഗതിയിലേക്ക് പോകാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഏത് വിഷയത്തിനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിൽ നമുക്ക് എന്തെല്ലാം സോഴ്സുകൾ നമ്മുടെ മുന്നിലുണ്ടോ, സാധ്യതകളുണ്ടോ, എല്ലാ സാധ്യതകളെയും അന്വേഷിച്ച് കണ്ടെത്തി പരമാവധി ഉപയോഗപ്പെടുത്തിയതിനു ശേഷമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഇസ്ലാമിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യനെ മടിയനാക്കുകയില്ല, മനുഷ്യനെ അലസനാക്കുകയില്ല, വിശ്വാസിയെ കേവലം അള്ളാഹുവുമായുള്ള ഒരു ചോദ്യോത്തരത്തിൽ മാത്രം പരിമിതപ്പെടുത്തുകയില്ല. അവൻ്റെ മുന്നിൽ എന്തെല്ലാം സാധ്യതയുണ്ടോ, എന്തെല്ലാം വഴികളുണ്ടോ, ഇതെല്ലാം അന്വേഷിച്ച് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന പ്രേരകമാണ് പ്രാർത്ഥന എന്നത്. എന്താ കാരണം? അങ്ങനെ പ്രവർത്തിച്ചതിന് ശേഷം പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ എന്നും അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂൽ പറഞ്ഞ നല്ല കഥയുണ്ട്. റസൂൽ എങ്ങനെ കഥ പറയുന്നത്? അത് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലോ കേട്ടുകളിയുടെ അടിസ്ഥാനത്തിലാണോ? അല്ല, അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ പറഞ്ഞ കഥകളാണ് ഏറ്റവും നല്ല കഥകൾ. ഗുഹയിൽ അകപ്പെട്ടിരിക്കുന്ന 3 ആളുകളുടെ കഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. പക്ഷെ അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത്? നമ്മൾ പറയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ശരിക്കും പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമായിരുന്നോ? അല്ല,
പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവർ ചെയ്ത ഏറ്റവും നല്ല കർമ്മങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്നാമത്തെ മനുഷ്യൻ പറഞ്ഞത് മാതാപിതാക്കൾക്ക് ചെയ്ത പുണ്യമാണ്. രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞത് ഒരു കൂലിപ്പണിക്കാരൻ ഒരു ദിവസം കൂലി വാങ്ങാതെ പോയി, പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂലിയൊക്കെ വളർന്ന് കുറേ ആടും ഒട്ടകങ്ങളും ഒക്കെയായി. കുറേ കാലം കഴിഞ്ഞ ശേഷം അദ്ദേഹം വന്ന് ചോദിച്ചു, അതെല്ലാം തിരിച്ചു കൊടുത്തു. മൂന്നാമത്തെ ആൾ പറഞ്ഞത് ഒരു ഹറാമ് ചെയ്യാൻ അവസരമുണ്ടായിട്ടും അള്ളാഹുവേ നിന്നെ ഓർത്തുകൊണ്ട് ഞാൻ മാറി. എന്നിട്ട് ഈ 3 പേരും പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് നീ ഞങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. പാറ അകന്നു പോകുന്നു, അവർ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്ത് മനസ്സിലായി? പ്രാർത്ഥന എന്നത് മനുഷ്യനെ നിഷ്ക്രിയനാക്കലാണോ? അല്ല. പ്രാർത്ഥിക്കുന്ന വേളയിൽ നമ്മൾ മുൻപ് ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ എന്നല്ല, ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളാണ് എടുത്തു പറയേണ്ടത്. ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടെ നമ്മൾ ചെയ്തിരിക്കുന്ന നല്ല കർമ്മങ്ങൾ പ്രാർത്ഥനാ വേളയിൽ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ പ്രാർത്ഥിക്കാത്ത സമയത്ത് നമ്മൾ അമലുകൾ ചെയ്യണം. പ്രാർത്ഥിക്കാത്ത സമയത്ത് ആരാണോ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്തത് അവർക്ക് പ്രാർത്ഥിക്കുന്ന വേളയിൽ അതെടുത്ത് പറയാൻ കഴിയും. അപ്പോൾ ഈ നിരീശ്വരവാദികളും മതനിഷേധികളും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആരോപണം ശരിയാണോ? പ്രാർത്ഥന എന്നത് മനുഷ്യനെ മടിയനാക്കുകയല്ല, പ്രാർത്ഥന എന്നത് മനുഷ്യനെ നിഷ്ക്രിയനാക്കുകയല്ല. നേരെ മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് എന്തെല്ലാം കഴിവുണ്ട്, ബുദ്ധിപരമായ കഴിവ്, ആരോഗ്യ കഴിവ്, സാമ്പത്തിക കഴിവ്, സമൂഹത്തിൽ ഇടപെടാനുള്ള കഴിവ്, അങ്ങനെ ഏതൊക്കെ മേഖലയിൽ എന്തെല്ലാം വഴികൾ അവൻ്റെ മുന്നിലുണ്ടോ എല്ലാ വഴികളെയും പരമാവധി അന്വേഷിച്ച് അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ ക്രിയാത്മകതയെ, നമ്മുടെ പ്രവർത്തനക്ഷമതയെ കൂടുതൽ ശക്തമാക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദുആ അഥവാ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വിഷയത്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ വിഷയം ലഭിക്കാൻ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ശരി, നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ കേട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഏതെങ്കിലും പ്രാർത്ഥന ഓർമ്മയുണ്ടോ? ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പ്രാർത്ഥന. വെരി ഗുഡ്. റബ്ബന ഹബ് മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സൂറത്ത് ഏതാണത്? സൂറത്ത് അൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്താണ്, മറക്കരുതേ. സൂറത്ത് അൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത്. ആ പ്രാർത്ഥനയുടെ ആശയം നമുക്കറിയാം. റബ്ബന ഹബ് മിൻ അസ്വാജിന വദുരിയാതിന, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന് ഖുറത്ത് അയ്യുൻ നൽകണം, മുത്തഖീകളുടെ ഇമാമുകളാക്കി മാറ്റണം. ഇതാണ് പ്രാർത്ഥനയുടെ ആശയം. ഖുറത്ത് അയ്യുൻ. എന്താ ഖുറത്ത് അയ്യുൻ എന്ന് പറഞ്ഞാൽ? ഖുറത്ത് അയ്യുൻ കൺ കുളിർമ. കൺ കുളിർമ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിൻ്റെ അവസ്ഥയാണോ? കണ്ണിൻ്റെ അവസ്ഥക്കാണ് കൺകുളിർമ എന്ന് പറയുക? അല്ല, മനസ്സിൻ്റെ തൃപ്തിക്കാണ്, മനസ്സിൻ്റെ സന്തോഷത്തിനാണെന്ന് പറയാം കൺകുളിർമ എന്ന് പറയാം. അപ്പോൾ ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മനസ്സിന് സമാധാനവും സംതൃപ്തിയും നൽകണമേ എന്നാണ് അർത്ഥം. ശരി, ഈ പ്രാർത്ഥന അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിലെ ഓരോ പ്രാർത്ഥനയും നമ്മളെ നിഷ്ക്രിയനാക്കുകയല്ല, ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് നമ്മൾ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ റബ്ബന ഹബ് മിൻ അസ്വാജിന വദുരിയാതിന എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നമ്മൾ അതിനനുസരിച്ച് എന്തെല്ലാം പ്രവർത്തനം ചെയ്യണം? മക്കളെയും ഇണകളിലുമൊക്കെ നമുക്ക് കൺകുളിർമ, സമാധാനം ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ലഭിക്കണം? അത് എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ അറിയണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മൾ മക്കളുടെ വിഷയത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരൊറ്റ ചോദ്യം, ആർക്കാണ് കൂടുതൽ സങ്കടമുള്ളത് എന്ന് പറഞ്ഞാൽ മക്കളുള്ളവർക്കാണോ മക്കളില്ലാത്തവർക്കാണോ? മക്കൾ ഉള്ളവർക്ക്. നമുക്ക് ക്ലാസ് ഇങ്ങനെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ. ഞാൻ ഏതായാലും ചുരമിറങ്ങി വന്നാണ്. ഇപ്പം എൻ്റെ മുന്നിൽ നിങ്ങളിങ്ങനെ ഉറങ്ങിയിരിക്കുന്നത് പാടില്ലല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ചോദിച്ചും പറഞ്ഞിട്ട് അങ്ങനെ പോകാം. ആർക്കും പ്രയാസമില്ലല്ലോ ഇതിന്? ഇല്ല. മക്കളില്ലാത്തവർക്ക് എത്ര ദുഃഖമുണ്ട്? എത്ര ദുഃഖമുണ്ട്? ഒറ്റ ദുഃഖം. എന്താ ദുഃഖം? ഞങ്ങൾക്ക് മക്കളില്ലാലോ, ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിഞ്ഞില്ലല്ലോ, ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ? എന്നാൽ മക്കളുള്ളവർക്ക് എത്ര ദുഃഖമുണ്ട്? മക്കളുള്ളവർക്ക് എത്ര സങ്കടമുണ്ട്, എത്ര ബേജാറുണ്ട്? ശരിയല്ലേ?
ആ മക്കൾ, ആ കുട്ടി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ബേജാറാണ്. ആ കുട്ടി UP ക്ലാസ്സിലാണെങ്കിലും ഹൈസ്കൂളിലാണെങ്കിലും പ്ലസ് ടുവിലാണെങ്കിലും കോളേജിലാണെങ്കിലും ബേജാറാണ്. ഈ ബേജാർ ആർക്കില്ല? മക്കളില്ലാത്തവർക്കില്ല. ശരി, അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്തായിരുന്നു? ഖുർറത്ത് അഴിയും. ഖുർറത്ത് അഴി എന്ന് പറഞ്ഞാൽ മക്കളെ വിഷയത്തിൽ ബേജാർ ഉണ്ടാകണം എന്നാണ് അർത്ഥം? അല്ലല്ലോ, സംതൃപ്തി വേണം അല്ലേ? അപ്പോൾ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് എങ്ങനെയാണ് സംതൃപ്തി ഉണ്ടാക്കാൻ കഴിയുക? ആ സംതൃപ്തി ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടായിരിക്കണം എന്ത് പ്രാർത്ഥിക്കേണ്ടത്? ഈ പറഞ്ഞ പ്രാർത്ഥന. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയം അള്ളാഹു നമുക്ക് നൽകാൻ ആവശ്യമായ ചിലത് നമ്മൾ ചെയ്തു വെക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ചെയ്തു വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, എല്ലാവർക്കും ബേജാറാണ്. ഇന്നിപ്പോൾ എവിടെ, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകൾ ആര് കൂടുകയാണെങ്കിലും മെയിൻ വിഷയം എന്തായിട്ടുണ്ട്? ലഹരിയല്ലേ? അതല്ലാത്ത വിഷയമില്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് നടക്കുന്ന നോമ്പ് തുറകൾ, ഇഫ്താർ പാർട്ടികൾ, എല്ലാവരും വിളിച്ച് ഇഫ്താർ പാർട്ടികൾ എല്ലാവർക്കും പങ്കുവെക്കാനുള്ള ആശങ്ക ഇതാണ്. സ്കൂളുകളാണെങ്കിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടങ്ങൾ, ബോധവൽക്കരണങ്ങൾ, തെരുവ് നാടകങ്ങൾ. പക്ഷേ ഇതുകൊണ്ടൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ടോ? കൂട്ടയോട്ടം നടത്തുന്നതുകൊണ്ടോ, തെരുവ് നാടകം കളിക്കുന്നതുകൊണ്ടോ? ലഹരിയോട് നോ എന്ന് പറയാൻ കേവലം നോ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഇത് പരിഹരിക്കപ്പെടുന്നില്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഭാവിയെ, നമ്മുടെ തലമുറയെ രക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ഉണ്ടാവേണ്ട ഒരു വിഷയം, ഇപ്പോൾ ലഹരിയിലേക്ക് പോകുന്ന മക്കളാണെങ്കിൽ ഒന്നാമത് ചികിത്സിക്കേണ്ടത് ആരെയാണ്? മക്കളെയല്ല, പിന്നെ മുതിർന്നവരാണ്. ഈ മുതിർന്നവരെന്ന് പറഞ്ഞാൽ അത് രക്ഷിതാക്കളായിരിക്കും, മഹല്ല് ഭാരവാഹികളായിരിക്കും, സംഘടനാ ഭാരവാഹികളായിരിക്കും. അങ്ങനെ ആരാണോ സമൂഹത്തിൽ മുതിർന്ന ആളുകളെയാണ് ഒന്നാമത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്. അത് ഫസ്റ്റ് ഒന്നാമത് കൊടുക്കേണ്ടത് രക്ഷിതാക്കളെയാണ്, മാതാപിതാക്കൾ. ഉദാഹരണം പറയാം, ഇന്നിപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടി ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ എത്ര വയസ്സോ? 15 വയസ്സോ? ഇന്നത്തെ ലോകത്തിൻ്റെ പോക്ക് വെച്ച് ഒരു 10 വർഷത്തിന് ശേഷം നമ്മുടെ കുട്ടികളുടെ കൈകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ലഹരി എന്തായിരിക്കാം? ഇപ്പോൾ തന്നെ അതിമാരകമായ പലതും ഉണ്ട് അല്ലേ? പോലീസ് പിടിക്കുന്നതിന് പേടിച്ച് അത് നേരെ വിഴുങ്ങി അയാൾ മരിച്ചു. ഇപ്പോൾ അടുത്ത് വാർത്ത വന്നല്ലേ? അത്രയും മാരകമായ സിന്തറ്റിക് ഡ്രഗ്സുകൾ, രാസലഹരികൾ വ്യാപകമായി ഈ കാലഘട്ടത്തിൽ. എന്നാൽ ഇനി ലോകത്തിൻ്റെ ഇപ്പോഴുള്ള വളർച്ച വെച്ച് AI ടെക്നോളജിയും മറ്റുമൊക്കെ അതിവേഗം വളരുന്നു, സയൻസ് വളരുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളുടെ കൈകളിൽ ഉണ്ടാകുന്ന എന്തായിരിക്കും പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ എന്ത് വേണം? ഇതേ ചെറിയ പ്രായത്തിലുള്ള മക്കളുള്ള രക്ഷിതാക്കൾ വിളിച്ച് അവർക്ക് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ മക്കളെ വളർത്തേണ്ടത് എന്ന കൃത്യമായ പാരൻറ്റിങ് ക്ലാസ് കൊടുക്കണം. ഈ ക്ലാസ് എന്ന് പറയുന്നത് 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്രോഗ്രാമിൽ ഒരു സെഷനോ മാത്രമല്ല. നമുക്ക് വേണ്ടത് പ്രോഗ്രാമുകളല്ല, നമുക്ക് വേണ്ടത് ചില പ്രോജക്റ്റുകൾ വേണം. എന്താണ് പ്രോജക്റ്റ്? വരുന്ന തലമുറയിലെ അല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ തലമുറയിലെ മക്കൾ ഈ പറയുന്ന അപകടത്തിലേക്ക്, ഒരു ഭാഗത്ത് ലഹരി, മറുഭാഗത്ത് കൂട്ടക്കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ മാഫിയ പ്രവർത്തനങ്ങൾ, ലൈംഗിക അരാജകത്വങ്ങൾ, ഇതൊക്കെ നമ്മൾ പറയും കാലം വല്ലാതെ മോശമായിട്ടുണ്ട്, ഇതെന്തൊരു കാലം, പഴച്ച കാലം എന്നൊക്കെ പറയും. പക്ഷേ കാലത്തിന് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമാർക്കുള്ളത്? ഒരു അറബി കവി പറഞ്ഞിട്ടുണ്ട്, നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. നമ്മൾ കാലത്തെങ്ങനെ പഴിക്കും, കാലം മോശമായി, കാലത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറയും. പക്ഷേ കവി പറയുന്നു, വമാലി സമാനിന ഐബുൻ സിവാന, നമ്മൾ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്നു എന്നതല്ലാതെ കാലത്തിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളുമൊക്കെ കണ്ടറിഞ്ഞ് വളരെ ഫലപ്രദമായി ശാസ്ത്രീയമായി നിർവഹിക്കേണ്ട നമ്മൾ അത് നിർവഹിക്കാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് കാലത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ശരി, നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ വേണ്ടത് മക്കൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണ, അവബോധം നമ്മളെ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് പുതുതായി കല്യാണം കഴിഞ്ഞ് 1 വർഷമോ 2 വർഷമോ ആയി കഴിഞ്ഞെങ്കിൽ രക്ഷിതാക്കൾ കൊടുക്കണം. നോക്കൂ, വിവാഹം എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിൻ്റാണ്.
SSLC ടേണിംഗ് പോയിൻ്റാണ്, +2 ടേണിംഗ് പോയിൻ്റാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ SSLC +2 ഒക്കെ നടക്കുന്ന സമയമല്ലേ, ആ പ്രായത്തിലുള്ള മക്കളെ വളരെ കെയർ ചെയ്യും. അവരെ നമ്മൾ മറ്റ് ഡിസ്റ്റർബൊന്നും ചെയ്യൂല, അവരെ മറ്റു സ്ഥലത്തേക്കൊന്നും വിടൂല, പഠിക്കാനുള്ള സൗകര്യം. എന്താ കാരണം, ഈ SSLCയുടെ അല്ലെങ്കിൽ +2ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയുടെ ഭാവിയിൽ ഏത് കോഴ്സ് അവന് തിരഞ്ഞെടുക്കാം എന്നതിനൊക്കെ അവന് സൗകര്യപ്പെടുന്നത്. അതൊരു ടേണിംഗ് പോയിൻ്റാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് വിവാഹം എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് ഒരാൾ രക്ഷിതാവാകുക, ഉമ്മയാവുക, വാപ്പയാകുക എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമൂഹത്തിലെ മക്കളെ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കളായി മാറുമ്പോൾ അവർക്ക് ഇതൊരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റാണ് എന്നും ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും ബോധ്യപ്പെടുത്താൻ നമ്മൾ എന്താണ് ചെയ്തത്? ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ സംവിധാനമുണ്ട് കേട്ടോ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ സംവിധാനമുണ്ട്. പ്രീ മാരിറ്റൽ കോഴ്സുണ്ട് വിവാഹ പ്രായം എത്തിയിരിക്കുന്ന കുട്ടികൾക്ക്. കല്യാണം കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞിരിക്കുന്ന കപ്പിൾസുകൾക്ക് വേറെ കോഴ്സുകളുണ്ട്. മക്കളുണ്ടായാൽ എങ്ങനെയാണ് പാരൻറ്റിങ്. പക്ഷേ ഇതൊന്നുമില്ലാത്തൊരു സമുദായമായി നമ്മൾ മാറുന്നു മുസ്ലിം സമുദായം. അപ്പോൾ എന്തുകൊണ്ട് മക്കൾ വഴിപിഴക്കുന്നു എന്നതിന് നമ്മൾ മറ്റുള്ള ഏജൻസികളെ മാത്രം പഴിചാരിയിട്ട് കാര്യമില്ല. ഒരു രക്ഷിതാവ് എന്ന നിലക്ക് നമ്മൾ അറിഞ്ഞ് നിർവഹിക്കേണ്ട പാരൻറ്റിങ് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. നമ്മുടെ വിഷയം എന്താ അറിയാം, റബ്ബന ഹബിലന മിൻ അസ്വാജിന വദുരിയാത്തിന, പിന്നെ ഖുർറത്ത് അഴീനാണ് നമ്മുടെ വിഷയം. ഖുർറത്ത് അഴീൻ അതിനു വേണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു ചോദിക്കുന്നുണ്ടെങ്കിൽ ഖുർറത്ത് അഴീൻ കിട്ടുന്ന കോലത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു നോക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഒറ്റ ചോദ്യം, ആരാണ് പാരൻസ്? ആരാ പാരൻസ്? ആരാ പാരൻസ്? രക്ഷിതാക്കൾ. കറക്റ്റ്, അതതിൻ്റെ അർത്ഥമാണല്ലേ. നമുക്ക് ചോദിക്കാം, ആരാണ് ഡോക്ടർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? MBBS എല്ലാം പഠിച്ച് പാസ്സായി കോഴ്സ് എല്ലാം കഴിഞ്ഞ ആളല്ലേ. ഓക്കെ. ആരാണ് എഞ്ചിനീയർ? എഞ്ചിനീയറിങ് കഴിഞ്ഞ ആളാണ്. ആരാണ് ഡ്രൈവർ? അതായത് ലൈസൻസ് എല്ലാം എടുത്ത് സർക്കാർ അംഗീകൃത ലൈസൻസ് എല്ലാം ലഭിച്ചിരിക്കുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ ആരാണ് പാരൻറ്റിങ്? പാരൻ്റ് ആരാണ്? ആരാ പാരൻ്റ്? ജന്മം കൊടുത്തവർ പാരൻ്റ് ആണോ? ജന്മം കൊടുത്തവരൊക്കെ പാരൻ്റ് ആവില്ല. വളർത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. യെസ്. എന്ന് പറഞ്ഞാൽ ഒരു 4-5 കൊല്ലം കുത്തിയിരുന്ന് MBBSൻ്റെ കോഴ്സെല്ലാം പഠിച്ച് പിന്നെ പരീക്ഷയെല്ലാം എഴുതി സർട്ടിഫിക്കറ്റെല്ലാം കിട്ടി ആ വിഷയത്തെപ്പറ്റി നല്ല ശാസ്ത്രീയമായ പ്രായോഗികമായ അറിവുള്ള ഒരാളാണ് ഡോക്ടർ എന്ന് പറയും അല്ലേ. അങ്ങനെയാണെങ്കിൽ പാരൻ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പാരൻറ്റിങ് പഠിച്ച് മനസ്സിലാക്കി കുട്ടികളെ പരിപാലിക്കുമ്പോഴേ ആളെന്താകുന്നുള്ളൂ, പാരൻ്റ് ആകുന്നുള്ളൂ. 3 കാര്യം പറയാം. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ പ്രയാസം എന്ന് പറയാം. ഫസ്റ്റ് വൺ പ്രഗ്നൻസി, സെക്കൻഡ് വൺ ഡെലിവറി, തേർഡ് വൺ പാരൻറ്റിങ്. ഇതിലേറ്റവും പ്രയാസമുള്ള ഏതാണ്? അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ അല്ലേ, നമ്മളിപ്പോൾ ഗർഭം ധരിക്കുന്നില്ല, പ്രസവിക്കുന്നില്ല, എന്താണെങ്കിലും ഗർഭം ധരിച്ചാലും പ്രസവിച്ചാലും ഇല്ലെങ്കിലും നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള കാര്യം ഇതാണ്, പാരൻറ്റിങ് ആണ്. ഗർഭധാരണം 9 മാസം അല്ലെങ്കിൽ 10 മാസത്തിനിടയിൽ, പ്രസവം എന്ന് പറയുന്നതിൻ്റെ വേദന ഏതാനും സമയം. ഓക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ അതൊരു വിഷയമാണ്, അതൊരു വിഷയമാണ്. ഇനി വേറെ കാര്യങ്ങൾ പറയാം. ലോകത്ത് മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, മനുഷ്യൻ്റെ അല്ലാത്ത മറ്റ് കുഞ്ഞുങ്ങളുണ്ട്. മനുഷ്യേതര കുഞ്ഞുങ്ങൾക്ക് അവ ജനിക്കുമ്പോൾ തന്നെ അവയുടെ തലച്ചോറ് ഏറെക്കുറെ പ്രവർത്തനക്ഷമമായിട്ടാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. ജനിച്ച് ഏറി വന്നാൽ 1-2 ആഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അതിന് അവയുടെ അച്ഛൻ്റെ അമ്മയുടെ പരിചരണം വേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ സ്വന്തമായി അവ ഭക്ഷണം കണ്ടെത്തുന്നു, ഇരയെ പിടിക്കുന്നു, കാലാവസ്ഥക്കനുസരിച്ച് മാറി താമസിക്കാൻ ശീലിക്കുന്നു, അവയുടെ ഭവനം അല്ലെങ്കിൽ കേന്ദ്രം ഏത് എന്ന് മനസ്സിലാക്കുന്നു, എല്ലാം അവ കണ്ടെത്തുന്നു. എന്താ കാരണം? അതിൻ്റെ കാരണം മനുഷ്യനല്ലാത്ത മറ്റ് കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവയുടെ തലച്ചോറ് പൂർണ്ണ പ്രവർത്തനക്ഷമമായ രൂപത്തിലാണ് അള്ളാഹ് സംവിധാനിച്ചത്. അതുകൊണ്ട് ഒരു പട്ടിക്കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ അച്ഛനോ അമ്മയോ ചത്തുപോയാലും അതിന് കുഴപ്പമൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ടുണ്ടാവും, വളർന്നു വരും, സ്വാഭാവികമായി പട്ടിയാകും, സ്വാഭാവികമായത് ഇരയെ പിടിക്കും.
സ്വാഭാവികമായി ഇത് ഉറങ്ങും, അതിന് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്തുകൊണ്ട്? അതിൻ്റെ തലച്ചോറ് എല്ലാ അർത്ഥത്തിലും പ്രവർത്തനക്ഷമമായ രൂപത്തിലാണ് ജനിക്കുമ്പോൾ തന്നെ അള്ളാഹു സംവിധാനിച്ചത്. എന്നാൽ മനുഷ്യ കുഞ്ഞിൻ്റെ തലച്ചോറ് ഈ പൂർണ്ണ വളർച്ച എത്താൻ എത്ര സമയമെടുക്കും? മനുഷ്യ കുഞ്ഞിൻ്റെ, അഥവാ നമ്മളെ മക്കളുടെ തലച്ചോറ് ഈ പൂർണ്ണ വളർച്ച എത്താൻ ഏകദേശം എത്ര സമയമെടുക്കും? യെസ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ പാരൻസ് ആണോ? ഒരു വ്യാജ ഡോക്ടർ, വ്യാജ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആരാണ്? വ്യാജന്മാരാണെന്ന് പറയാം അല്ലേ? പാരൻറ്റിങ് അറിയണം, എന്നിട്ട് പ്രവർത്തിക്കണം, അപ്പോഴേ നമ്മളൊക്കെ യഥാർത്ഥ പാരൻസ് ആകും. ശരി, മനുഷ്യ കുഞ്ഞിൻ്റെ തലച്ചോറ് പൂർണ്ണ വളർച്ചയെത്താൻ ഏകദേശം ഒരു 10-18 കൊല്ലം പിടിക്കും. അത് ആപേക്ഷികമായി അങ്ങോട്ടും ഇങ്ങോട്ടോ ചില 1-2 വർഷത്തിന് വ്യത്യാസം ഉണ്ടാകും. ഒരു ആവറേജ് പറയുകയാണെങ്കിൽ, ശരാശരി പറയുകയാണെങ്കിൽ ഒരു 10-18 വർഷം നമ്മുടെ മക്കളുടെ തലച്ചോറ് പൂർണ്ണ വളർച്ചയെത്താൻ സമയമെടുക്കും. അതിനർത്ഥം എന്താണ്? ഈ 10-18 വർഷം വരെ പാരൻറ്റിങ് ആർക്ക് നിർബന്ധമാണ്? നമ്മുടെ മക്കൾക്ക് നിർബന്ധമാണ്. ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന 6000-ലേറെ വരുന്ന സസ്തനികളിൽ, സസ്തനി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും മുലയൂട്ടുകയും വളർത്തുകയും ചെയ്തു. ഇതിൽ ലോങ് ടൈം പാരൻറ്റിങ് ആവശ്യമുള്ള ഒരൊറ്റ സസ്തനിയേ ഉള്ളൂ. ആ സസ്തനിൻ്റെ പേരാണെന്ത്? ആര്? മനുഷ്യൻ. വേറെ ഒരു സസ്തനിക്കോ അല്ലെങ്കിൽ ഒരു ജീവിക്കുന്നതാണ് ഈ ഇത്ര 10-18 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പാരൻറ്റിങ് വേണ്ട. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 18 വർഷത്തോളം നീണ്ടു നിൽക്കേണ്ടി വരുന്നത്? അതിൻ്റെ ഒരു ഒറ്റ ഉത്തരവേ ഉള്ളൂ. നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറ് പൂർണ്ണ വളർച്ച പ്രാപിക്കാൻ എടുക്കുന്ന ഒരു സമയമാണത്. ഈ സമയത്തിനിടയിൽ മക്കൾ ചെയ്യുന്നതിലും പ്രവർത്തിക്കുന്നതിലൊക്കെ അപാകതകളുണ്ടാകാം, വിവേകക്കുറവുണ്ടാകാം, അപകടത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കാം. അപ്പോൾ ഹബിലിന എന്താണ്? ഖുർറത്ത് അഴി, ഞങ്ങൾക്ക് കൺകുളിർമ, മനസ്സിൻ്റെ സമാധാനം നൽകണമേ എന്ന പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാര്യം ബോധ്യമായി. അള്ളാഹ് നമ്മളെന്താണ്? മടിയന്മാരാക്കില്ല. 18 വർഷത്തോളമെങ്കിലും ചുരുങ്ങിയത് ഈ പാരൻറ്റിങ് എന്ന് പറയുന്ന ലോകത്തെ തുല്യതയില്ലാത്ത ഒരു പ്രവർത്തനമാട്ടത്. ഈ ജോലിക്ക് അനുയോജ്യമായ, ഇതിന് തത്തുല്യമായ, ഇതിൻ്റെ അത്ര മഹത്വമുള്ള വേറെ ജോലിയില്ല. ഇത്രയും മഹത്വമുള്ള ഈ പാരൻറ്റിങ് എന്ന ജോലിയിൽ നമുക്ക് സംഭവിച്ച വീഴ്ച മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പറയുന്ന ലഹരിയും കൊട്ടേഷൻ സംഘവും മറ്റുമൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ വിഷയം അവിടെ നിൽക്കാം. ഇനി വേറെ കാര്യം പറയാം. അപ്പോൾ ഈ പറയുന്ന പാരൻറ്റിങ് എന്നാ തുടങ്ങേണ്ടതെന്നറിയോ? പാരൻറ്റിങ് എന്നാ തുടങ്ങേണ്ടത്? മക്കൾ ജനിച്ച് 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, എത്രാം വയസ്സിലാണ് പാരൻറ്റിങ് തുടങ്ങേണ്ടത്? ജനിക്കണതിന് മുമ്പ് തുടങ്ങണം. അതെങ്ങനെ ജനിക്കണതിന് മുമ്പ് തുടങ്ങുക? യെസ്, യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഇണയെ തിരഞ്ഞെടുക്കണ സമയത്ത് തന്നെ അത് വേണം. നമുക്കിപ്പോൾ അതിനുള്ള ചോയ്സിങ് ഇല്ലല്ലോ, എല്ലാം തിരഞ്ഞെടുത്ത് കഴിഞ്ഞില്ലേ? ഇനി ചെയ്യാൻ പറ്റുന്നത് ഗർഭം ധരിക്കുന്ന കാലം മുതൽ, ഗർഭകാലം മുതൽ, കുട്ടി പുറത്തേക്ക് എത്തിയിട്ടൊന്നുമല്ല ചെയ്യേണ്ടത്, ഗർഭകാലം മുതൽ. ഒരു സ്ത്രീ ഒരു വീട്ടിൽ ഗർഭം ധരിച്ച് ആ വീട്ടിലെ അന്തരീക്ഷം വളരെ അടിപിടിയുടെയും വഴക്കിൻ്റെയും വക്കാണത്തിൻ്റെയും തെറി വിളിക്കുന്നതിൻ്റെയും ഭയങ്കര മാനസികമായ സംഘർഷത്തിൻ്റെയും ഒരു സാഹചര്യത്തിലാണ് ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, ആ ഗർഭം ധരിച്ച് വരുന്ന കുഞ്ഞുണ്ടല്ലോ, ആ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെയും ആ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടാകും. സ്വാഭാവികമായി അവനും ഈ പറഞ്ഞ രൂപത്തിലേക്ക് മാറാൻ സാധ്യതയുള്ളൂ. എന്നാൽ മറ്റൊരു സ്ത്രീ വളരെ ശാന്തമായ, എല്ലാവരുടെയും റെസ്പെക്റ്റുള്ള, എല്ലാവരും പരിഗണിക്കുന്ന, നല്ല സന്തോഷം നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് ഗർഭം ധരിക്കുന്നതെങ്കിൽ ആ സ്ത്രീയുടെ കുഞ്ഞിനെന്താണ്? ആ പറയുന്ന മാനസികമായ എല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പാരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഏറ്റവും ചുരുങ്ങിയത് ഗർഭകാലത്ത് തുടങ്ങണം. ഓക്കെ, ഈ ഗർഭകാലത്ത് തുടങ്ങി ഒരു 10-18 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പാരൻറ്റിങ് ലോകത്ത് ഏതെങ്കിലും ഒരു വർഗത്തിൽ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ ആ വർഗമാണ് ആര്? നമ്മുടെ മനുഷ്യർ. ഇനി ഇതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാം. അപ്പോൾ എന്താണ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ പാരൻറ്റിങ് എന്ന് തുടങ്ങണം, എവിടം വരെ വേണമെന്ന് പറഞ്ഞു. എന്താ പാരൻറ്റിങ്? പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മൾ ഒറ്റവാക്കിൽ രക്ഷാകർത്തൃത്വം, മക്കളെ വളർത്തുക എന്നൊക്കെ പറയും. അതൊന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പറയണം. അതുതന്നെയാണ് അതിൻ്റെ ആശയം. പക്ഷേ അത് കുറച്ച് വിശാലമായ ആശയമാണ്. മറക്കരുതേ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് മറന്നാലും ഇത് മറക്കരുത് പറയാം. എല്ലാവരും ശ്രദ്ധിക്കണം.
നമ്മുടെ മക്കളുടെ മാനസികവും ശാരീരികവും സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസവും എന്ന് വേണ്ട എല്ലാ മേഖലകളെയും രക്ഷിച്ചെടുക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണെന്ത്? എന്ത് പേര്? പാരൻറ്റിങ്. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒറ്റവാക്കിൽ രക്ഷാകർത്തൃത്വം എന്ന് പറഞ്ഞു പോകരുത്. നമ്മളതിൻ്റെ ആശയം തന്നെ മനസ്സിലാക്കുക. അതിൻ്റെ ആശയം എന്താണ്? നമ്മുടെ മക്കളെ അവരുടെ മാനസികം, ശാരീരികം, സാമൂഹികം എന്ന് വേണ്ട എല്ലാ മേഖലകളെയും രക്ഷിച്ചെടുക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണെന്ത്? പാരൻറ്റിങ്. ഈ രക്ഷിച്ചെടുക്കൽ പ്രക്രിയ എത്ര കാലം വേണം? ചുരുങ്ങിയത് 18 കൊല്ലം വരെ വേണം. ഇസ്ലാമിൽ പുറത്തു പോയി ജോലി ചെയ്യാൻ നിർബന്ധമുള്ളത് ആർക്കാണ്? ആണിനോ പെണ്ണിനോ? ആണല്ലേ പോകേണ്ടത് അല്ലേ? നമുക്ക് ചോയ്സ് ഇല്ല. ജോലിക്ക് പോകണോ പോകണ്ടേ? ചോയ്സ് ഇല്ല. സ്ത്രീക്ക് ചോയ്സ് ഉണ്ട്. അവൾക്ക് നിർബന്ധമില്ല, കമ്പലില്ല. വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ പോകാം. എന്തുകൊണ്ടായിരിക്കാം അത്? രണ്ടാളും കൂടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു 10-18 വർഷത്തോളം നീണ്ടു നിൽക്കേണ്ട ഈ പാരൻറ്റിങ് എന്ന് പറയുന്ന അതിമഹത്തായ സംവിധാനം അത് അതിൽ പൂർണ്ണതയിലെത്തില്ല. ഭാര്യയും പോകുന്നു, ഭർത്താവും പോകുന്നു, രാവിലെ പോകുന്നു, വൈകുന്നേരം കയറി വരുന്നു. 2 കൂട്ടരും ക്ഷീണിച്ചിട്ടുണ്ടാവും. ഇതിനിടയിൽ മക്കളെ വേണ്ടത്ര ശ്രദ്ധിക്കാനോ വളരെ ജാഗ്രതയോടുകൂടെ പരിചരിക്കാനോ കഴിയില്ല. പിന്നെ ക്ഷീണം വന്ന് 2 കൂട്ടരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കിടന്നുറങ്ങി. ഇങ്ങനെ പോകുമ്പോൾ മക്കൾക്ക് ആ പ്രായത്തിൽ കിട്ടേണ്ട ഒരുപാട് ഫയലുകൾ മിസ്സായി പോകും. ഒരുപാട് ഫയൽ. അതുകൊണ്ടായിരിക്കാം ഇസ്ലാമിൽ സ്ത്രീക്ക് ജോലി ചെയ്യൽ നിർബന്ധമല്ല, പുറത്തു പോയിട്ട്. പക്ഷെ പുരുഷനാണെങ്കിലോ പുറത്തു പോയി ജോലിയിൽ നിർബന്ധമാണ്. അപ്പോൾ പുരുഷൻ പുറത്തു പോയി ജോലി ചെയ്ത് സമ്പാദിച്ചു വരുമ്പോൾ ആ സമ്പാദ്യം കൊണ്ട് എന്തിനെ സമ്പാദിക്കുന്നത്? ഗുഡ് പാരൻറ്റിങ് നിർവഹിക്കാൻ, നല്ല പാരൻറ്റിങ് മക്കൾക്ക് ലഭിക്കാൻ. അതിരിക്കട്ടെ, മറ്റു വിഷയത്തിൽ പറയാം. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, പാരൻറ്റിങ്ങിൽ മാനസികം, ശാരീരികം, സാമൂഹികം ഇങ്ങനെ കുറേ തലങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന തലം ഏതാണ് പാരൻറ്റിങ്ങിൽ? ശാരീരിക തലമാണോ, മാനസിക തലമാണോ, സാമൂഹിക തലമാണോ? മാനസിക തലം ആണോ? മാനസിക തലമാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഫിസിക്കൽ പാരൻറ്റിംഗ് ആണ്. ശാരീരികമായി കുട്ടികളെ വളർത്തലാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ മുലപ്പാൽ കൊടുക്കും. കാരണം നമുക്കറിയാം അപ്പോൾ ഹെവി ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ജനിച്ചാൽ കുട്ടിക്ക് ആഴ്ചയിലും മാസത്തിലും വർഷത്തിലൊക്കെ കുത്തിവെപ്പ് നടത്തും. അതിന് വേണ്ടിയാണ് മറ്റ് രോഗങ്ങൾ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ. പിന്നെ കുട്ടി വളരുന്നതിനനുസരിച്ച് കുട്ടിയുടെ വലുപ്പം നോക്കി ഡ്രസ്സ്, ചെരുപ്പ് ഇതൊക്കെ ശരീരത്തിനനുസരിച്ച് വാങ്ങിക്കൊടുക്കും. രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മെഡിസിൻ കൊടുക്കും. ഇതൊക്കെ ഏത് പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്? ഫിസിക്കൽ പാരൻറ്റിങ് മാത്രം. കുട്ടി കുറച്ച് ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു 5-6 മാസമെല്ലാം കഴിയുമ്പോൾ മുലപ്പാലിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെറിയ ചെറിയ കുട്ടികളെല്ലാം കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പാരൻറ്റിങ്ങിൽ നമ്മൾ വളരെ ബോധവാന്മാരാണ്. എന്നാൽ മെൻ്റൽ പാരൻറ്റിങ്ങിൽ കുട്ടി വളർന്നു വരുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ നട്ടു വളർത്തേണ്ട കുറേ മൂല്യങ്ങളുണ്ട്, കുറേ ധാർമ്മിക ചിന്തകളുണ്ട്, കുറേ വാല്യൂസുകളുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും എന്താണ് ശ്രദ്ധിക്കാറില്ല. ഇന്നത്തെ മക്കൾ, പണ്ടൊക്കെ പോലീസ് ഒരു കുറ്റവാളിയെ പിടിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ കുറ്റവാളികൾ എന്ത് ചെയ്യും? മുഖം മറക്കും അല്ലേ? തുണി കൊണ്ടോ ടവല് കൊണ്ടോ നിന്ന് കൈ കൊണ്ടെങ്കിലും മുഖം മറക്കും. എന്നാൽ ഇന്നത്തെ കുറ്റവാളികളോ മുഖം മറക്കുന്നില്ലെന്ന് മാത്രമല്ല, ഫോട്ടോക്കെല്ലാം നല്ല പോസ് ചെയ്ത് അടിപൊളി ഒരു കല്യാണത്തിനോ ഒരു അവാർഡ് ദാന ചടങ്ങിലൊക്കെ നിൽക്കുന്ന പോലെ എത്രയോ വലിയ വലിയ കുറ്റകൃത്യങ്ങൾ പ്രതികരിക്കും. നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് പുതിയ തലമുറയിൽ ഈ കുറ്റബോധം, മനസ്സാക്ഷിക്കുത്ത് നഷ്ടമായത്? അയ്യോ ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ചെയ്ത് തെറ്റായിപ്പോയി, ഇതാണല്ലോ മനസ്സാക്ഷിക്കുത്ത്. ഈ മനസ്സാക്ഷിക്കുത്തില്ലാത്ത പോലീസിന്റെ മുന്നിൽ പോലും ഫോട്ടോ എടുക്കാൻ, പത്രക്കാർക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്ത് നിൽക്കാൻ കാരണം ഇത് വലിയ അപകടമാണ് കേട്ടോ. മനസ്സാക്ഷിക്കുത്ത് എവിടെ മരവിച്ചോ അവിടെ വലിയ അപകടം. മനുഷ്യ സമൂഹത്തിലുണ്ടായ ഒന്നാമത്തെ പ്രാർത്ഥന ഏതാണ്? ഏതാ പ്രാർത്ഥന? റബ്ബന വലംന അൻഫുസന എന്നുള്ള പ്രാർത്ഥന അല്ലേ? ആദം നബിയും ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. സ്വർഗത്തുനിന്ന് പുറത്തു വരും. എന്താ? ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി, ഞങ്ങൾ ചെയ്യാൻ പാടില്ല, ചെയ്തു പോയി.
ഈ കുറ്റബോധത്തിൽ നിന്നാണ് ആദ്യത്തെ പ്രാർത്ഥന ഉണ്ടായത്. എന്താ കാരണം അറിയുമോ? എന്തായിരിക്കാം? മനുഷ്യ സമൂഹം ഏത് കാലം ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ, എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ, അത്രയും കാലം മനുഷ്യന്റെ സാമൂഹിക കുടുംബ ജീവിതം സുരക്ഷിതമായിരിക്കണമെങ്കിൽ കുറ്റബോധം മനസ്സിലുണ്ടാകണം. മനുഷ്യനാണ് തെറ്റ് ചെയ്യുന്നത്. പക്ഷേ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രയാസമാണ് തെറ്റ് തെറ്റാണെന്ന് ബോധ്യമാകാതെ കുറ്റം കുറ്റമാണെന്ന് ബോധപ്പെടാം. അങ്ങനത്തെ ഒരു മനസ്സാക്ഷി ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും ആദ്യം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയുടെ കുറ്റബോധ മനസ്സാക്ഷിക്കുത്ത് അവരുടെ മക്കളായ ഈ ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന ഏത് കാലഘട്ടത്തിലെയും ആളുകൾക്ക് അനിവാര്യമായും ഉണ്ടാകണം. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ കുറ്റബോധം മനസ്സിലാതെയാകും. അതുകൊണ്ടാണ് നിരന്തരം അക്രമങ്ങൾ, സ്വന്തം ഉമ്മനെയും ബാപ്പനെയും വരെ തലക്കടി ചൊല്ലാനും അങ്ങനെ പിടിച്ചാൽ പോലും അതിലൊരു പ്രയാസമില്ലാത്ത രൂപത്തിൽ ജീവിക്കുന്നത്. എന്ത് ജയിൽ? ഇപ്പോഴത്തെ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളുമായി ഒരു ചാനൽ നടത്തിയ ഇന്റർവ്യൂ ഉണ്ട്. അതിനകത്ത് അയാൾ പറഞ്ഞത്, ജയിലിൽ നിന്നെല്ലാം പറഞ്ഞാൽ ആദ്യ സമയത്തൊക്കെ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു, പിന്നെന്താ 1-2 തവണ പോയപ്പോൾ അതിലൊന്നും ഒരു പ്രയാസമില്ല. അപ്പോൾ അത് ഒരു ആളെ മാറ്റുന്ന, കുറ്റബോധം ഉണ്ടാക്കുന്ന കേന്ദ്രമായി മാറുന്നില്ല എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത്. അതിരിക്കട്ടെ, നമ്മുടെ വിഷയം പാരന്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് കുറ്റബോധം ഇല്ലാതെ എത്തിയിരുന്നത്? അതിൽ പാരന്റിങ്ങിന് വലിയ കുഴപ്പമുണ്ടോ? പെട്ടെന്ന് പറയാം, സമയം കുറച്ചേ ഉള്ളൂ. നമ്മുടെ മക്കൾ ചെറുപ്പത്തിൽ കളിക്കുന്ന പല ഗെയിമുകളും അവിടെ മനസ്സിൽ നിന്ന് കുറ്റബോധം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഉദാഹരണം, മക്കൾ കളിക്കുന്ന ഗെയിമുകൾ ചില ക്രിമിനൽ ഗെയിമുകളുണ്ട്, കൊലയാളി ഗെയിമുകൾ. തോക്കെടുക്കുന്നു, വെടിവെക്കുന്നു, മറ്റുള്ളവരെ കുത്തിക്കൊല്ലുന്നു. ഗെയിം കളിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നപ്പോഴാണ്. ഗെയിം കളിക്കുന്ന ഒരു കുട്ടിക്ക്, ആ കുട്ടിയാകട്ടെ വലിയ ആളാകട്ടെ, ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നപ്പോഴാണ്, ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. ജയിക്കും എന്ന് പറഞ്ഞാൽ ഗെയിമിൽ സ്കോർ കൂടുമ്പോൾ, ശരിയല്ലേ? അതാ കുട്ടികൾ ചെയ്യുന്നുണ്ടേ. ഗെയിമിൽ സ്കോർ കൂടുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. എപ്പോഴാണ് ഗെയിമിൽ സ്കോർ കൂടുന്നത്, പോയിന്റ് കൂടുന്നത്? ഒരു ക്രിമിനൽ ഗെയിം കളിക്കുന്ന ഒരു കുട്ടിക്ക് എപ്പോഴാണ് ഗെയിമിൽ സ്കോർ കൂടുന്നത്? അവൻ്റെ ഷൂട്ടിംഗ് കറക്റ്റ് ലക്ഷ്യസ്ഥാനത്തെത്തണം, എതിരാളി മരിച്ചു വീഴണം. അപ്പോൾ കുട്ടിക്ക് സ്കോർ കിട്ടിയപ്പോൾ കുട്ടിക്ക് സന്തോഷം ഉണ്ടായി. ശരി, കുട്ടി ഇപ്പോൾ സന്തോഷിക്കാൻ കാരണമായ പ്രവൃത്തി എന്താണ്? മറ്റൊരാൾക്ക് സഹായം ചെയ്തുകൊണ്ടാണ് സന്തോഷിച്ചത്? അല്ല, മറ്റൊരാളെ കൊന്നപ്പോൾ പോയിന്റ് കൂടി സന്തോഷമായി. ഇനി വേറെ കാര്യം പറയാം. സന്തോഷം എന്ന ഫീലിങ്ങിന്റെ വികാരത്തിന്റെ പ്രത്യേകത എന്താണ്? സന്തോഷം എന്ന വികാരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ആ കാര്യം പിന്നെയും ചെയ്യും. ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, അത് നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളൊരു കാര്യം ചെയ്തപ്പോൾ ഭയങ്കര ടെൻഷനായി, ഭയങ്കര ദുഃഖമായി, വേദനയായി, പിന്നെ നമ്മളെ കാര്യം ചെയ്യാൻ നിൽക്കുമോ? ഇല്ല. എന്നാൽ സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്താ? ഏത് കാര്യം ചെയ്യുമ്പോഴാണോ സന്തോഷം ഉണ്ടാകുന്നത്, ആ കാര്യം വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ ഗെയിമിൽ എതിരാളിയെ വെടിവെച്ച് വീഴ്ത്തുന്നു, കുത്തി വീഴ്ത്തുന്നു, അപ്പോൾ സ്കോർ കിട്ടുന്നു, സന്തോഷം കൂടുന്നു, വീണ്ടും ആ കാര്യം ചെയ്യും. അപ്പോൾ ചെറുപ്പത്തിലെ നമ്മുടെ മക്കളുടെ മനസ്സിൽ സന്തോഷം കണ്ടെത്തി എങ്ങനെയാണ്? മറ്റുള്ളവരെ വെടിവെച്ച് വീഴ്ത്തുന്ന രൂപത്തിലാണ്. ഇത് കുറച്ചു കാലം കുട്ടികൾ ഉണ്ടാക്കും, വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ആസ്വദിക്കും. വെർച്വൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അത് മൊബൈലാകാം, ടാബാകാം, ലാപ്ടോപ്പാകാം, കമ്പ്യൂട്ടറാകാം, ഇതിലൂടെ എല്ലാം കളിക്കും. ഇങ്ങനെ കുറേ കാലം വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ കളിച്ചിട്ട് പിന്നെ എങ്ങോട്ട് ഇറങ്ങും? റിയൽ പ്ലാറ്റ്ഫോം. എന്താ റിയൽ എന്ന് പറഞ്ഞാൽ? നേർക്ക് നേരെ തോക്കെടുക്കുന്നു, വെടിവെച്ച് കൊല്ലുന്നു, നേർക്ക് നേരെ കത്തിയെടുക്കുന്നു, കുത്തി കൊല്ലുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ടാകില്ല? ഒരു ടെൻഷനോ നേരത്തെ പറഞ്ഞ മനസ്സാക്ഷിത്വം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവർ സന്തോഷം കണ്ടെത്തി, ചെറുപ്പത്തിലെ സന്തോഷം കണ്ടെത്തിയ മേഖല ഇങ്ങനെയാണ്. മറ്റുള്ളവരെ കൊല്ലുന്നതിൽ, മറ്റുള്ളവരെ ആക്രമിക്കുന്നതിൽ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ, എപ്പോഴും മറ്റുള്ളവരെ മലർത്തിയടിച്ച് ജയിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരിക്കുന്ന ഒരു തലമുറ അത് നേർക്ക് നേരെ ചെയ്യുമ്പോഴും അവർക്ക് പിന്നെ എന്തുണ്ടാവില്ല? സന്തോഷമല്ലാതെ പ്രത്യേകിച്ചൊരു സങ്കടമോ ദുഃഖം ഉണ്ടാവില്ല. ഈ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ ഉണ്ടാകുന്ന കേസാണത്. സ്കൂൾ കുട്ടികൾ പോകുന്നു, തോക്കെടുക്കുന്ന മാഷന്മാരി ടീച്ചർമാർക്ക് വെടിവെക്കുന്നു, കൂടെ പഠിക്കുന്ന കുട്ടികളും വെടിവെക്കുന്നു.
ഇങ്ങനെ സഹപാഠികളെ വെടിവെച്ച് കൊല്ലുന്ന കുട്ടികളെ സംബന്ധിച്ച് അവിടെയുള്ള വലിയ വലിയ സൈക്കോളജിസ്റ്റുകൾ പഠിച്ചപ്പോൾ അവർക്ക് ബോധ്യമായ കാര്യം അറിയാം. ഈ കുട്ടികൾ ഈ വെടിവെപ്പ് നടത്തുന്നതിന് മുൻപ് വർഷങ്ങളോളം, ചിലപ്പോൾ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇവർ ഈ മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര സമയം കളിക്കുന്നത്? ഒരു ദിവസം അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്നല്ല, 8 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂർ, 14 മണിക്കൂർ, ഇത്രയേറെ സമയം ഈ പറയുന്ന ഗെയിം. കാരണം ഈ കുട്ടി ഗെയിം കളിക്കാൻ കാരണം അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? പറയൂ. അവന് കളിക്കുമ്പോൾ കിട്ടുന്നത് ഹാപ്പിനെസ്സാണ്, സന്തോഷമാണ്. സന്തോഷത്തിൻ്റെ പ്രത്യേകം എന്താണ്? ഏത് കാര്യം ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളുടെ മനസ്സിൽ കുറ്റബോധമില്ലാതെ പോകുന്നത്? അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇത്. മൊബൈൽ ടെക്നോളജി ആവിർഭവിച്ചതിന് ശേഷം ജനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അതിന് മുൻപുള്ള ആളുകളെയും പഠന വിധേയമാക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ വിഷയം എന്തായിരുന്നു? മൊബൈലാണോ? എന്താ വിഷയം? പാരന്റിംഗ് ആണോ? എന്താ വിഷയം? കുറത്തു അഴയും. ആരെ വിഷയത്തിൽ? മക്കളെ കൊണ്ട് കുറത്തഴയും കിട്ടണം, സമാധാനം കിട്ടണം, സംതൃപ്തി കിട്ടണം. അപ്പം അത് കേവലം പ്രാർത്ഥിച്ചാൽ മാത്രം പടച്ചോൻ തരൂല. ഈ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് കുറത്തഴയും നഷ്ടമാകുന്നത് എന്ന് കണ്ടെത്തിയിട്ട് അവിടെ നമ്മൾ എന്താക്കണം? അത് തിരിച്ചു പിടിക്കാനുള്ള കാര്യം ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം ചിന്തക്ക് വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താക്കില്ല? നമ്മളെ മടിയന്മാരാക്കില്ല, മടയന്മാരാക്കില്ല. കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന വലിയ പ്രേരകമാണ് ഇത് പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇസ്ലാമിലെ പ്രാർത്ഥന. ഞാൻ അവസാനിപ്പിക്കാം. 1-2 ചെറിയ കാര്യങ്ങൾ അനുബന്ധമായി പറയും. ഇപ്പോൾ പാരന്റിങ്ങിന് അത് തന്നെ വിശാലമായി പറയേണ്ടതാണ്. അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് മറ്റൊരാളെ കൊല്ലുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. അതിന് പകരം നമുക്ക് മറ്റൊരാൾ മരിക്കുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാകുന്ന കുട്ടികളുടെ മനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗെയിം എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റിംഗ് ഏരിയയാണ്. വലിയ വലിയ സൈക്കോളജിസ്റ്റുകളെയും മറ്റൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ഗെയിമിൻ്റെയും ആളുകൾ പുതിയ പുതിയ ഗെയിമുകൾ ആവിഷ്കരിക്കുന്നത്. എത്രമാത്രം വയലൻസ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും, ആകർഷിക്കാൻ പറ്റും, എത്രമാത്രം അക്രമ സ്വഭാവം, കൊലപാതകം, ഇതൊക്കെ വളരെ സൈക്കോളജിക്കലായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കൊടുക്കുന്നത്. വളരെ വലിയ വരുമാനം കിട്ടുന്നൊരു മേഖല കൂടിയാണ് ഈ പറയുന്ന ഗെയിം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ശരി, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചെറുപ്പത്തിലെ കുട്ടികൾക്ക് സന്തോഷം കണ്ടെത്തുന്നത് മാർഗം മാറ്റിപ്പിടിക്കണം. അത് വളരെ ശ്രമകരമാണ്. അങ്ങനെ ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ വേണ്ടത്ര എത്തിയിട്ടില്ല. കൂടുതൽ IT മേഖലയിലും AI ടെക്നോളജിയിലൊക്കെ കഴിവുള്ള ആളുകൾ അങ്ങനെയുള്ള ചിന്തയിലൂടെ ചെറുപ്പത്തിൽ നമ്മുടെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്കോർ കിട്ടുന്ന, പോയിന്റ് കിട്ടുന്ന, അതിൽ സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളുടെ മനസ്സിനെ മാറ്റിപ്പണിത് കൊണ്ടുവരണം. അതിനനുസരിച്ചുള്ള ഗെയിമുകൾ വേറെ കണ്ടുപിടിക്കണം. ചിലതൊക്കെ ഉണ്ടെങ്കിലും മറ്റേ അത്ര തന്നെ ഇല്ല. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ച ചത്തു, ഒരു കോഴി ചത്തു. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു പൂച്ച ചത്തു കിടക്കുന്നതാണ്. എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? കുഴിച്ചിടണം, അതന്നെ വേണ്ടത്. പക്ഷേ കുഴിച്ചിടുന്നതിന് മുമ്പ് വീട്ടിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ കാണിച്ചു കൊടുക്കണം. ആ ചെറിയ പൂച്ചക്കുട്ടി ചത്തതിൽ അതിൻ്റെ മുന്നിൽ വെച്ച് ഉമ്മയും ബാപ്പയും ദുഃഖിക്കുന്നു, സങ്കടപ്പെടുന്നു എന്ന് ആർക്ക് കാണാൻ കഴിയണം? ഈ ചെറിയ മക്കൾക്ക് കാണാൻ കഴിയണം. അപ്പം അവർക്ക് ബോധ്യമാകും ഇത് ദുഃഖത്തിൻ്റെയും വേദനയുടെയും സന്ദർഭമാണ്. ഒരാൾ, അത് മനുഷ്യനാകട്ടെ, ജന്തുജാലങ്ങളാകട്ടെ, മൃഗങ്ങളാകട്ടെ, അതിന് അപകടം പറ്റുന്നത്, മരണം പറ്റുന്നത് നമ്മൾ സന്തോഷിക്കേണ്ടതല്ല, ദുഃഖിക്കേണ്ടതാണ്. അയ്യോ, പൂച്ചക്കുട്ടി ചത്തുപോയില്ലേ, പാവം, കഷ്ടം. അങ്ങനെ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സങ്കടം ആർക്ക് ഫീൽ ചെയ്യണം? മക്കൾക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇതുപോലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴും വിഷയം ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? സങ്കടപ്പെടും. കേവലം ഒരു പൂച്ചക്കുട്ടി ചാകുന്നതിൽ സങ്കടപ്പെടുന്നതിൽ ഒരു കുട്ടി, അത് കണ്ട് ശീലിച്ച കുട്ടി സ്വാഭാവികമായും മനുഷ്യനുണ്ടാകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സങ്കടപ്പെടും. രോഗികളെ സന്ദർശിക്കാൻ പോകും. ആ സമയത്ത് മക്കളെ കൊണ്ടുപോകാൻ പറ്റുമോ?
അത് രോഗത്തിൻ്റെ അവസ്ഥയും രോഗിയുടെ അവസ്ഥയും അനുസരിച്ച് കൊണ്ടാവുക, എല്ലാ മക്കളെയും കൊണ്ടാവില്ല. പക്ഷെ നമ്മൾ കൊണ്ടുപോയാലില്ലെങ്കിലും നമ്മൾ നമ്മുടെ മക്കൾ കേൾക്കുന്ന രൂപത്തിൽ മക്കളുടെ സാന്നിധ്യത്തിൽ തിരിച്ച് വീട്ടിലെത്തിയിട്ട് രോഗത്തിൻ്റെ പ്രയാസവും മറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞ് നമ്മുടെ മനസ്സിലുള്ള സങ്കടം അവരുടെ മനസ്സിലേക്ക് ചെറുപ്പത്തിൽ എത്തിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ പറഞ്ഞത് ഈ മനസ്സാക്ഷിക്കുത്തിനെ എങ്ങനെ തിരിച്ചു പിടിക്കാം, ഈ കുറ്റബോധ മനസ്സിനെ എങ്ങനെ തിരിച്ചു പിടിക്കാം. അയ്യോ കഷ്ടമായിപ്പോയി, സങ്കടമായി, എത്ര വേദന സഹിക്കുന്നുണ്ടാകും, എത്ര ദുഃഖം ഉണ്ടാകും. ഈ ഒരു ചിന്തയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ക്രിമിനൽ വൽക്കരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനം. അതിന് നമ്മൾ കുറേ സൈക്കോളജിക്കലായി പഠിക്കണം. അതിനെ പറഞ്ഞത് ഒരു 10-20 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തുടർ പാരന്റിങ് ക്ലാസ് ഈ വിഷയത്തിൽ ഓരോ മഹലിലും നടത്താൻ കഴിയണം. ഈ കാലഘട്ടത്തിൽ ജനിച്ചു വീഴുന്ന മക്കൾ ആൽഫ ജനറേഷനാണ്. ആൽഫ ജനറേഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന് സ്പീഡ് വേൾഡാണ്, വേഗതയുടെ ലോകത്താണ് വിജയിക്കുന്നത്, വേഗതയെ ഇഷ്ടപ്പെടുന്നത്. നോക്കൂ, ഇപ്പം നമ്മളെ വാട്സപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നു, നമ്മളതെങ്ങനെ കേൾക്കുക? സ്പീഡില്ലേ 1, 1.5, 2. നമ്മൾ ഏതിൽ കേൾക്കാൻ ഇഷ്ടപ്പെടുക? ഏതിൽ കേൾക്കാൻ ഇഷ്ടപ്പെടുക? പറയൂ. 1.5, 2 അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പോലും ഒരു സ്പീഡിനെ ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ കൂടുതൽ വേഗത്തെ, സ്പീഡിനെയാണ് ഈ തലമുറ ഇഷ്ടപ്പെടുന്നത്. അവർ മുന്നിൽ 1 മണിക്കൂർ ക്ലാസ്, അരമണിക്കൂർ ക്ലാസ് ഒന്നും ഒരുക്കില്ല. 2-3 മിനിറ്റ് കൊണ്ട് പരിപാടി തീർക്കുകയാണെങ്കിൽ അത് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത്, ആൽഫ ജനറേഷൻ്റെ സൈക്കോളജി എന്ന് പഠിക്കാത്ത ഒരാൾക്ക് ഈ കാലഘട്ടത്തിൽ എന്താകാൻ കഴിയില്ല? ഒരു യഥാർത്ഥ ഒറിജിനൽ പാരൻ്റ് ആകാൻ കഴിയില്ല. അയാൾ പാരൻ്റാണ്, പക്ഷേ ഒറിജിനല്ല, വ്യാജനായി. ഏതുപോലെ? ഒരു വ്യാജ ഡോക്ടറെ പോലെ, വ്യാജ എഞ്ചിനീയർ പോലെ വ്യാജ പാരൻ്റുമാരായിരിക്കും. ജനിപ്പിച്ചതും മറ്റുമൊക്കെ നമ്മളായിരിക്കാം, പക്ഷെ നമുക്ക് എന്തറിയുന്നില്ല? പാരൻറ്റിങ് അറിയില്ല. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഹാപ്പിനെസ്സിനെ പറ്റി പറഞ്ഞല്ലോ. സന്തോഷം. മനുഷ്യൻ ഏത് കാര്യം ചെയ്യുന്നതിനും ബേസിക് നീഡ്, അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഹാപ്പിനെസ് ആണ്. നമ്മൾ ഉറങ്ങുന്നത്, ഉണരുന്നത്, ഫുഡ് കഴിക്കുന്നത്, ഡ്രസ്സ് ധരിക്കുന്നത്, ജോലിക്ക് പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്നത്, ടൂർ പോകുന്നത് എന്ന് വേണ്ട ഏതിൻ്റെയും ആത്യന്തിക ലക്ഷ്യം എന്താണ്? സന്തോഷം ഉണ്ടാകണം. സന്തോഷം ഉണ്ടാകണം. സന്തോഷമില്ലാത്ത ഒന്നിനും നമ്മൾ പോകൂല. ചിലപ്പോൾ സന്തോഷം പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട്. ഹാപ്പിനെസ് ആണ് മെയിൻ ലക്ഷ്യം. ഹാപ്പിനെസ്സിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 2-3 കാഴ്ചപ്പാടുണ്ട്. ഞാൻ ഈ കാഴ്ചപ്പാട് പറഞ്ഞത് അത് ബോധ്യമാകുമ്പോൾ നമുക്ക് നമ്മുടെ രക്ഷിതാക്കളെ, മക്കളെ എങ്ങനെ നമുക്ക് സ്വാധീനിക്കാം എന്നുള്ളത് ഐഡിയ ഉണ്ട്. ഹാപ്പിനെസ്സിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് എന്താ പറയുക? പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കാഴ്ചപ്പാട് പെട്ടെന്ന് കിട്ടണം, ഈ നിമിഷം കിട്ടണം. ഉപ്പ ഇന്ന് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് വേണം, മോനെ നാളെ നാളെക്കൊന്നും പറ്റില്ല, ഇന്ന് വേണം. ഹെഡോണിക് വേൾഡ് വ്യൂ എന്ന് പറയാം. പെട്ടെന്ന് ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതൊക്കെ അനുനിമിഷം അതേ സമയം ലഭ്യമാകുക, അത് ഇഷ്ടംപോലെ ആസ്വദിക്കുക. അതിൽ പിന്നെ തടസ്സമല്ല, അതിൽ നിങ്ങൾ മതം പറഞ്ഞു വരാൻ പാടില്ല, ഹറാമ് ഹലാലെന്നുള്ള ഇഷ്ടംപോലെ ആസ്വാദനത്തിനും സന്തോഷത്തിനും ഒരു വിലങ്ങുതടിയുമില്ലാത്ത വിധം നിർബാധം യഥേഷ്ടം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ലിബറൽവാദികൾ, യുക്തിവാദികൾ, ഫ്രീ തിങ്കേഴ്സ്, എക്സ് മുസ്ലിംസ്, ഇങ്ങനെയുള്ള കുറേ ആളുകൾ കൊണ്ടുപോകുന്നത്. ഈ ഹെഡോണിക് വേൾഡ് വ്യൂ ഹാപ്പിനെസ്സിൻ്റെ പ്രശ്നം എന്താണെന്നറിയുമോ? അതിന് ഒരു വലിയ ദുരന്തമുണ്ട്, പ്രശ്നമുണ്ട്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെല്ലാം ലിമിറ്റ് ഉണ്ട്. നമ്മുടെ കണ്ണിന് കാഴ്ചക്ക് ലിമിറ്റ് ഉണ്ട്, കേൾക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്, സ്മെല്ലിന് ലിമിറ്റ് ഉണ്ട്. എല്ലാ സ്മെല്ലും മണക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടല്ലേ ചിലപ്പോഴും ഈ ഓവുചാലൊക്കെ പണിയെടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. അതേപോലെ സ്കിന്ന് നമുക്കെല്ലാ വേദനയും ഉൾക്കൊള്ളാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ബോധം കിട്ടുപോകും ചില വേദന. അപ്പം ഈ പറയുന്ന എല്ലാത്തിനും ലിമിറ്റ് ഉള്ളതുപോലെ ഹാപ്പിനെസ് ഉൾക്കൊള്ളുന്നതിനും മനുഷ്യർക്ക് ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ MDMയിലേക്ക് എത്തിയത്. എന്തുകൊണ്ട് MDMയിലേക്ക് എത്തിയത്? അതൊരു പടിപടിയായ വളർച്ചയാണ്. ഒരു കാലഘട്ടത്തിൽ ബീഡിയായിരുന്നു, സിഗരറ്റായിരുന്നു, പിന്നെ കള്ളായി, പിന്നെ കഞ്ചാവായി. ഇതൊന്നും പോരാ, ലഹരി. പിന്നെ ഇപ്പോൾ എത്തി MDMയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ
ഈ ഹെഡോണിക് വേൾഡ് വ്യൂയിലേക്ക് ഇപ്പം തന്നെ ആസ്വദിക്കണം, എന്തും ആസ്വദിക്കണം എന്ന കാഴ്ചപ്പാട് വരുമ്പോൾ അത് മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനുഷ്യന്റെ ലിമിറ്റിനപ്പുറമാണ്. അങ്ങനെ ലിമിറ്റിനപ്പുറമാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ കുറഞ്ഞ ഡോസിൽ തുടങ്ങി പിന്നെ ഡോസ് കൂട്ടി വരും. അവസാനം എന്താണെന്ന് വെച്ചാൽ എത്ര ഡോസ് കൂട്ടിയാലും മതിയാകാത്ത അവസ്ഥയിൽ പിന്നെ ഭയങ്കരമായിട്ട് വയലൻ്റ് ആകും, അക്രമത്തിലേക്ക് പോകും. പിന്നെ അയാളുടെ മുന്നിലുള്ളത് സൂയിസൈഡ്, ആത്മഹത്യ. ഈ ലിബറൽവാദികൾ, യുക്തിവാദികളൊക്കെ അടിസ്ഥാനമില്ലാതെ പറയുന്ന കാര്യമുണ്ട്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഏതാണത്രേ? സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, നോർവേ, ഫിൻലൻഡ് പോലുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് അറിയുക. ഇതേ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ്, സൂയിസൈഡ് ആത്മഹത്യാ ശ്രമങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ പറയുന്ന സന്തോഷ രാജ്യങ്ങളാണ്. അവിടുത്തെ സന്തോഷത്തിന്റെ മാനദണ്ഡം എന്താണ്? അവിടെ പ്രത്യേകിച്ച് ലിമിറ്റൊന്നും ഉണ്ടാവില്ല. ആർക്കും എങ്ങനെയും ജീവിക്കാം, എത്ര ലഹരി ഉപയോഗിക്കാം, ഏത് രൂപത്തിലുള്ള ലൈംഗിക വീഴ്ചയിലും ഏർപ്പെടാം, ഇതൊന്നൊരു കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഹാപ്പിനെസ്സിന് ലിമിറ്റ് വെക്കാതെ ജീവിക്കുന്ന ഈ പ്രദേശങ്ങളിലെ ആളുകളിലാണ് ഏറ്റവും കൂടുതൽ മാനസിക രോഗത്തിനുള്ള മെഡിസിനുകൾ വിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഹെഡോണിക് വേൾഡ് വ്യൂയിലേക്ക് എത്രയും ആസ്വദിക്കണം, ഇപ്പോൾ തന്നെ ഈ ലോകത്ത് തന്നെ ആസ്വദിക്കണം എന്ന കാഴ്ചപ്പാടിലേക്ക് മാറിയപ്പോൾ മനുഷ്യൻ എന്തായി? ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് ഒന്നുള്ളത്. രണ്ടാമത്തെ കാഴ്ചപ്പാട് എന്താ പറയുക? രണ്ടാമത്തെ കാഴ്ചപ്പാട് യൂഡിമോണിക് വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരു സന്തോഷവും വേണ്ട, ഒന്നും വേണ്ട, നല്ല വസ്ത്രം വേണ്ട, നല്ല ഫുഡ് വേണ്ട, കല്യാണം വേണ്ട, ഇങ്ങനെ ജീവിക്കുന്ന കുറച്ച് ആത്മീയ സംഘങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ആത്മീയ പ്രസ്ഥാനം, അതും അപകടമാണ്. അങ്ങനെ ഒരു ജീവിതമില്ല. അങ്ങനെ ജീവിതമാകെ വറ്റി വരണ്ടു പോകും. ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു നന്മയോ ജീവിതം ഒരു പുഷ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന്, ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കാൻ പാടില്ലാത്ത ചില കേസുകളും കൊലപാതകങ്ങളും കേൾക്കുന്നത്. അതും മനുഷ്യൻ പ്രായോഗികമില്ല. ഇപ്പൊ രണ്ടും പ്രായോഗികം. ഏത്? ഹാപ്പിനെസ് എത്രയുമാകാം, ഇപ്പോൾ തന്നെ വേണം, ഈ ലോകത്ത് തന്നെ വേണം, അതുകൊണ്ട് അതിന് അതിരില്ല, എതിരില്ല, എന്തുമാകാം ഹാപ്പിനെസ്സിന്. ആ കാഴ്ചപ്പാടും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. രണ്ടാമത് പറഞ്ഞു, ഈ ലോകത്തൊന്നും വേണ്ട, എല്ലാം മറ്റൊരു ലോകത്ത് ലഭിച്ചാൽ മതി, മറ്റൊരു ജന്മത്തിൽ ലഭിച്ചാൽ മതി എന്ന ചിന്ത, അതും ഇസ്ലാമിലില്ല. ഇസ്ലാം എവിടെയാണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ്. കാരണം വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ. അള്ളാഹ് നമ്മളൊരു മധ്യമ സമൂഹമാക്കി, ചിന്തയിലും നിലപാടിലും എല്ലാത്തിലും മധ്യമ സമൂഹം. അപ്പൊ ഹാപ്പിനെസിന്റെ വിഷയത്തിലും ഒരു മധ്യമ സമൂഹമാണ്. ഈ ലോകത്തും ഹാപ്പിനെസ് വേണം, പരലോകത്തും ഹാപ്പിനെസ് വേണം. അതുകൊണ്ട് ഈ ലോകത്തെ ഹാപ്പിനെസ് എന്താണ്? ഒരു ലിമിറ്റ് ചെയ്ത് മനുഷ്യൻ അനുഭവിക്കണം, ആസ്വദിക്കണം. ലിമിറ്റ് ചെയ്ത് അനുഭവിക്കണം. ഇപ്പൊ നമ്മുടെ നോമ്പ് തന്നെ അതിനൊരു നല്ല പ്രാക്ടീസാണ്. പകൽ സമയം നമുക്ക് എന്താണ്? 12 മണിക്കൂർ നമ്മുടെ മുന്നിൽ ഫുഡുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ അതിനോട് എന്താക്കണം? നോ പറയാം. അത് പ്രാക്ടീസാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ IT കാലഘട്ടത്തിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമായ ആളെ സംബന്ധിച്ചുള്ള പഠനത്തിൽ പറയുന്ന കാര്യം എന്താ പറയുക? അവർക്ക് എടുത്തുചാട്ടം കൂടുതലാണ്, ക്ഷമിക്കാൻ കഴിയുന്നില്ല, അസഹിഷ്ണുതയാണ്, വളരെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നു, ഇങ്ങനെ കുറേ വിഷയമുണ്ട്. അതിൻ്റെ കാരണം എന്താ പറയുക? പെട്ടെന്ന് ചൂടാകുന്ന, പെട്ടെന്ന് എടുത്തിയാടുന്ന, ക്ഷമിക്കുന്നില്ല. അതിന് കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ക്ലിക്ക് ചെയ്യേണ്ട വിഷയം മാത്രമേ ഉള്ളൂ. ഒരു ക്ലിക്ക് അടിച്ചാൽ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണ്, നമ്മുടെ കൺമുന്നിലാണ്. ഓൺലൈൻ ബിസിനസ്സുകളും ഓൺലൈൻ മാർക്കറ്റുകളും ഒക്കെ എന്താണ്? ഒന്നും കാത്തിരിക്കേണ്ടതില്ലാത്ത വിധം വിഭവങ്ങളാകട്ടെ, ഹാപ്പിനെസ് ആകട്ടെ, നമ്മുടെ മുന്നിലേക്ക് യഥേഷ്ടം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇത് എവിടെയെങ്കിലും കിട്ടില്ല എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആളുകൾ എന്താണ്? വയലന്റ് ആകുന്നത്. നമ്മുടെ നോമ്പ് ശരിക്കും നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ പോലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. ഞാൻ വയലന്റ് ആകില്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയും, ഞാൻ അസഹിഷ്ണുത ആവില്ല, ഞാൻ എടുത്തുചാട്ടത്തിൽ പോവില്ല. അള്ളാഹ് ഹലാലാക്കി തന്ന ഇണകളുണ്ട്, ഫുഡുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ അതൊരു 12 മണിക്കൂർ എനിക്ക് മാറ്റിവെക്കാം, ഞാൻ അതിന് പേരിൽ എന്തായാലും വയലന്റ് ആവില്ല എന്ന് പറഞ്ഞാൽ 1400 കൊല്ലങ്ങൾക്ക് മുൻപ് നോമ്പിലൂടെ നമ്മൾ നേടിയിരിക്കുന്ന നോമ്പിലൂടെ നേടുന്ന ഈ ഒരു സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ശാസ്ത്രീയമായി, സമയബന്ധിതമായി, വ്യവസ്ഥാപിതമായി നമ്മളെ നിയന്ത്രിക്കുക.
ഈ നിയന്ത്രിക്കുന്ന 1400 കൊല്ലങ്ങൾക്ക് മുൻപ് എത്ര പ്രസക്തമായിരുന്നോ അതിനേക്കാൾ വലിയ പ്രസക്തിയുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ. ഇങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒന്ന് ചോദിച്ച് രണ്ടാമത് കിട്ടുന്നില്ലെങ്കിൽ ഉടനെ തന്നെ അച്ഛനെ തല്ലുന്നത്, അമ്മയെ വെട്ടുന്നത്. ഇപ്പോൾ സെൽഫ് റെഗുലേഷനിലേക്ക് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ആരാധനകൾ എങ്ങനെയാണ് കാരണമാകുന്നത് എന്ന് ഈ പാരന്റിങ്ങിലൂടെ നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിയണം. അപ്പോൾ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിലെ ഹാപ്പിനെസ് അതിന് നമുക്ക് ബോധ്യപ്പെടുത്താം. ഹാപ്പിനെസ് നേരത്തെ പറഞ്ഞിരിക്കുന്ന പെട്ടെന്നെല്ലാം ആസ്വദിക്കുക എന്നത് വളരെ അപകടം ചെയ്യും. ഇപ്പം മനുഷ്യന്റെ വളർച്ചയിൽ വിവിധ ഘട്ടങ്ങളുണ്ട്. ഒന്ന് ശൈശവഘട്ടം, ബാല്യഘട്ടം, കൗമാരം, അതുപോലെ തന്നെ യൂത്ത്, വാർദ്ധക്യം. ഈ 4-5 മേഖലകളിൽ ഒരുപോലെ മനുഷ്യന് ഹാപ്പിനെസ് ഉണ്ടാകണമെങ്കിൽ ലിമിറ്റഡ് ഹാപ്പിനെസ് ആയിരിക്കണം സ്വീകരിക്കേണ്ടത്. ഉദാഹരണത്തിന് മതനിഷേധികൾ പറയുന്ന എന്തും ആസ്വദിക്കാം, എങ്ങനെയും ആസ്വദിക്കാം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ ഒരാൾ ജീവിക്കാൻ തുടങ്ങി. അയാളുടെ ടീനേജിൽ ഒരു 10-18 വയസ്സാകുന്ന സമയത്ത് അയാൾ ലഹരി ഉപയോഗിക്കുന്നു. ഈ ലഹരി ഉപയോഗിച്ചൊരു മനുഷ്യന് എത്ര കാലം ഹാപ്പിനെസ് ഉണ്ടാകും? അയാൾക്കൊരു 60 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ യുവത്വ കാലഘട്ടം അപകടത്തിലായിരിക്കും. വാർദ്ധക്യത്തിലെത്തുമ്പോൾ അയാൾ പറ്റ അവശനായിട്ടുണ്ടാകും. രോഗം വന്ന് ഒരുപാട് ശത്രുക്കളായി എല്ലാവരും അയാൾ കൈയൊഴിയുന്ന അവസാനം മുന്നിൽ ആരും ഉണ്ടാകാത്തൊരവസ്ഥ, ശൂന്യതയാണ് ജീവിതത്തിൽ. എന്നാൽ മതം പറഞ്ഞ പോലെ ഹറാമുകൾ മാറ്റിവെച്ചുകൊണ്ടുള്ള ഹാപ്പിനെസ് ആണെങ്കിലോ ഇസ്ലാമിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഒന്നും ഇസ്ലാമിൽ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ അയാൾ ടീനേജിൽ ലഹരി ഉപയോഗിച്ചില്ല. ടീനേജിൽ ലഹരി ഉപയോഗിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് യുവത്വത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? യുവത്വത്തിന് കുഴപ്പമില്ല. യുവത്വത്തിൽ ലഹരി ഉപയോഗിച്ചില്ല, അതുകൊണ്ട് വാർദ്ധക്യത്തിന് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഹെഡോണിക് വേൾഡ് വ്യൂവിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനൊരു 80 വയസ്സ് വരെ അള്ളാഹു ജീവിക്കാൻ ആയുസ് നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബാല്യകാലത്തും ശൈശവകാലത്തും ബാല്യകാലത്തും അവൻ്റെ ടീനേജിലും കൗമാരത്തിലും അവൻ്റെ യുവത്വത്തിലും അവൻ്റെ വാർദ്ധക്യത്തിലും എല്ലാ പീരീഡിലും ഒരുപോലെ എന്തുണ്ടോ സംതൃപ്തി ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന കാഴ്ചപ്പാട് ഇസ്ലാമിലുള്ളത്. ഒന്നത്. രണ്ടാമത്തേത് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന ഈ ഹാപ്പിനെസ്സിന്റെ പ്രത്യേകത അതിലൊരു നഷ്ടബോധം ഉണ്ടാവില്ല. എന്താ നഷ്ടബോധം? ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് ലഹരി ശരീരത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ മാത്രം ഉന്മാദം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ പിന്നെ എന്താ ഉണ്ടാകുന്നത്? ഭയങ്കര നിരാശയായിരിക്കും, ഭയങ്കര ഡിപ്രഷനായിരിക്കും, ഭയങ്കര നഷ്ടബോധമായിരിക്കും. എനിക്കെൻ്റെ കുടുംബത്തെ നഷ്ടമായി, എൻ്റെ ഫ്രണ്ട്സിനെ നഷ്ടമായി, ഞാൻ ഈ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവനായി, അങ്ങനെ ഒരു വല്ലാത്ത നഷ്ടം. ആ നഷ്ടബോധത്തിൽ നിന്നാണ്, നിരാശയിൽ നിന്നാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾ കൂടുതൽ എന്തായിത്തീരുന്നത്? വയലൻ്റായിത്തീരുന്നത്. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ഹാപ്പിനെസ്സിൻ്റെ ഒന്ന് നേരത്തെ പറഞ്ഞു, ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും ഏത് പ്രായത്തിലൂടെ പോവുകയാണെങ്കിലും അയാൾക്ക് ഉണ്ടാകാൻ പാടില്ല, ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. അതിന് കുറേ ലഹരിയും മറ്റ് ഹറാമുകളും അത് മാറ്റി വെച്ചു. രണ്ടാമത്തേത് ഈ പറയുന്ന നഷ്ടബോധം, നിരാശബോധം ഉണ്ടാകാൻ പാടില്ല, ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ കിഡ്നിയും ലിവറും ഹാർട്ടും തലച്ചോറും ഇതെല്ലാം അടിച്ചു പോകില്ല ചെയ്യുന്ന ഈ പറഞ്ഞ ലഹരി ഉപയോഗിക്കുമ്പോൾ. അതൊക്കെ ഒരാളെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയി, ലഹരി ഉപയോഗിച്ച് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയി, മദ്യം ഉപയോഗിച്ച് ലിവർ അടിച്ചുപോയി, പിന്നെ അയക്കുന്നത് ഹാപ്പിനെസ് ഉണ്ടാകുക. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ഹാപ്പിനെസ്, ഈ ലോകത്തു തന്നെ ഹാപ്പിനെസ് ഉണ്ട്. കേടുവരാത്തൊരു കിഡ്നിയോടുകൂടി ജീവിക്കുക, കേടുവരാത്തൊരു ഹാർട്ടോടുകൂടി ജീവിക്കുക, കേടുവരാത്തൊരു ലിവറോടുകൂടി ജീവിക്കുക, കേടുവരാത്ത ഒരു തലച്ചോറോടുകൂടി ജീവിക്കുക. ഇതിനേക്കാൾ വലിയ ഹാപ്പിനെസ് ആവുള്ളത്. ഇങ്ങനെ നമുക്ക് ഏറ്റവും ഫലപ്രദമായതും ലാസ്റ്റ് ചെയ്യുന്ന, കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായ ഹാപ്പിനെസ് ഏതാണ് എന്ന് ചെറുപ്പത്തിലെ നമുക്ക് നമ്മുടെ മക്കൾ എന്താക്കാൻ കഴിയണം? ബോധ്യപ്പെടുത്താൻ കഴിയണം. എന്നിട്ട് ഇവിടെയും ഹാപ്പിനെസ് ഉണ്ട്, ഇവിടെ ലഭിക്കാത്ത ഹാപ്പിനെസ് മറ്റൊരു ലോകത്ത് നിനക്ക് ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. ആ ലോകമാണ് പരലോകം. ഇപ്പൊ പരലോക വിശ്വാസം ഒരു അന്ധവിശ്വാസമല്ല. പണ്ടത്തെ കാലത്ത് പരലോകത്തിൽ വിശ്വസിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. എന്നാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ കഴിയൂ? നമ്മുടെ മക്കളെ ഈ ലഹരിയിൽ മോചിപ്പിക്കാൻ കഴിയൂ. നമ്മൾ ആലോചിച്ച് നോക്കൂ, അനന്യ ഇസ്ലാമിനെ ചീത്ത പറയുന്ന ആളുകൾ ഇവിടുത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും. ഇത്രയേറെ ലഹരി കേസുകൾ ഉണ്ടായിട്ട് ഞങ്ങളുടെ ഒരു ആശയം, ഞങ്ങളുടെ ഒരു ഐഡിയോളജി നിങ്ങൾ സ്വീകരിച്ചാൽ ഈ മക്കളെ ലഹരിയിൽ മുക്തമാക്കാൻ കഴിയുമെന്ന് ഇവിടുത്തെ ഏതെങ്കിലും യുക്തിവാദി സംഘങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിരീശ്വരവാദികൾക്ക് അവരെ ആശയം എന്താണ്? അവരെ ആശയം എന്ന് പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ റൂൾസ്.
എൻ്റെ ജീവിതം അത് എൻ്റെ തീരുമാനപ്രകാരം, എൻ്റെ ഇഷ്ടപ്രകാരമാണ്. അവിടെ പിന്നെ നിങ്ങൾ ഖുർആനായിട്ടോ മതമായിട്ടോ പള്ളിയായിട്ടോ നബിയായിട്ടോ ഒന്നും വരണ്ട. എനിക്കറിയാം എങ്ങനെ ജീവിക്കണം. എൻ്റെ ജീവിതം എൻ്റെ റൂളാണ്, എൻ്റെ നിയമമാണ്, എൻ്റെ താല്പര്യമാണ്, എൻ്റെ ബോഡി എൻ്റെ ചോയ്സാണ്. ശരി, ഈ ആശയം ഉൾക്കൊണ്ടിരിക്കുന്ന കുട്ടികളോട് മക്കളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മക്കൾ എന്ത് പറയും? നിങ്ങൾക്ക് എന്ത് പറയാൻ? കാരണം നിങ്ങളുടെ ആശയം കേട്ടുകൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്നത്. മൈ ബോഡി മൈ ചോയ്സ് ആണ്, മൈ ലൈഫ് മൈ റൂൾസ് ആണ്, അതുകൊണ്ട് എനിക്ക് ലഹരിയാണ് ചോയ്സ്, ഞാനത് എടുത്തു. നിങ്ങൾക്ക് എന്ത് നോ പറയാൻ പറ്റും? എങ്ങനെ നോ പറയാൻ പറ്റും എന്ന് ചോദിച്ചാൽ അവർക്ക് ഒന്നും പറയാണ്ടോ? യുക്തിവാദികളുടെ, ലിബറൽ വാദികളുടെ, എത്തിസ്റ്റുകളുടെ, ഫ്രീ തിങ്കേഴ്സിന്റെ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന് ലഹരിയിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ പോലും തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിക്കില്ല. ഒരാൾ ആത്മഹത്യയാണ്, സൂയിസൈഡ് ചെയ്യണം. മൈ ബോഡി മൈ ചോയ്സ് എന്ന് ഇവരിൽ നിന്ന് കാര്യങ്ങൾ കിട്ടി, ആശയങ്ങൾ മനസ്സിലാക്കി അതിനടിസ്ഥാനത്ത് ജീവിക്കുന്ന കുട്ടി അവൻ സൂയിസൈഡ് ചെയ്യുന്നു. സൂയിസൈഡ് ചെയ്യുന്ന ഒരു കുട്ടിയെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മുടെ നാട്ടിലുള്ള യുക്തിവാദികൾക്ക്, നിരീശ്വരവാദികൾക്ക് എന്താണ് അടിസ്ഥാനപരമായി പറയാനുള്ളത്? ഒന്നുമില്ല. എൻ്റെ ബോഡി എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എങ്ങനെ ചെയ്യണം, എത്ര കാലം ജീവിക്കണം, എനിക്ക് ജീവിതം എടുത്തു, ഞാൻ ഇത് മരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ആശയപ്രകാരം മൈ ബോഡി മൈ ചോയ്സ് ആണ്, അതുകൊണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഫ്രീ തിങ്കേഴ്സിന് ഒന്നും പറയാനില്ല കേട്ടോ. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പരലോകം. പരലോകം എന്ന് പറയുന്നത് ഈ ലോകത്ത് പോലും ഹാപ്പിനെസ്സോടുകൂടെ ജീവിക്കുവാൻ അനിവാര്യമായും ഉണ്ടാകേണ്ട ഒരു ആശയമാണ് പരലോകം. അത് അന്ധവിശ്വാസമല്ല. ദാഹിച്ച് വരഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ നീ ഒരു 1/2 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു കിണറുണ്ടെന്നും ആ കിണറിൽ ഒരു ബക്കറ്റ് ഉണ്ടെന്നും അതിൽ നല്ല തെളിഞ്ഞ വെള്ളമുണ്ടെന്നും പറഞ്ഞ് ഒരാൾ പ്രതീക്ഷ കൊടുത്താൽ അയാൾ എന്ത് ചെയ്യും? ആ ദാഹിച്ച് വലഞ്ഞ അവശതയിൽ നടത്തം അവസാനിപ്പിക്കാതെ വീണ്ടും 1/2 കിലോമീറ്റർ നടക്കേണ്ട. കാരണം അപ്പുറത്തൊരു കിണറുണ്ട്, കിണറ്റിൽ വെള്ളമുണ്ട്, വെള്ളം കുടിച്ചാൽ ദാഹം മാറും, പ്രതീക്ഷയാണ്. ഇതാണ് പരലോകം. മനുഷ്യരെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹാപ്പിനെസ് അവിടെ ലഭിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾ ഒരുപാട് വേദനയിലാണ് ജീവിക്കുന്നതെങ്കിലും, ഒരുപാട് നഷ്ടങ്ങളുണ്ടെങ്കിലും, ഇതിനൊക്കെ അപ്പുറത്ത് മരണത്തിന് ശേഷം ഒരു പരിഹാരം ലഭിക്കുന്ന ലോകമുണ്ട് കേട്ടോ, നഷ്ടമായി തിരിച്ചു ലഭിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് കേട്ടോ എന്ന വിശ്വാസം, പരലോക വിശ്വാസം മനുഷ്യൻ ഈ ലോകത്ത് അനുഭവിക്കുന്ന പരീക്ഷണങ്ങളിലെ, വേദനകളിലെ, നഷ്ടമായ ഹാപ്പിനെസ്സിൽ വീണ്ടും പിടിച്ചു മുന്നോട്ട് പോകാൻ അവന് കരുത്തു കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹാപ്പിനെസ് എന്ന വിഷയത്തിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് ഈ അവബോധം കൊടുക്കുക. ആ അവബോധം കൊടുക്കണം എന്ത് വേണം? നേരത്തെ പറഞ്ഞ പോലെ ഒരു 20 മണിക്കൂറോ 30 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന പാരന്റിങ് കോഴ്സുകൾ നമ്മുടെ മഹല്ലിൽ വേണം. എന്നിട്ട് അതിൽ കൃത്യമായി ഇതുപോലെ വിഷയങ്ങൾ ഓരോന്നും പുതിയ രക്ഷിതാക്കളെ പഠിപ്പിക്കണം. അവസാനം ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിക്കാം. മോട്ടിവേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ മോട്ടിവേഷൻസ് എന്ന് പറഞ്ഞാൽ? പ്രചോദനങ്ങൾ അല്ലേ? പ്രചോദനം. ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്ന മോട്ടിവേഷൻസ് എന്താണ്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? മോട്ടിവേഷൻസ് നമ്മൾ എന്ത് കാണുന്നോ, എന്ത് കേൾക്കുന്നോ, ഇതൊക്കെ മോട്ടിവേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾ ഇന്ന് കാണുന്നത് കൂടുതലും എന്താ? ഇന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലെ മെയിൻ തീമുകൾ എന്ന് പറയുന്നത്, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ വയലൻസ്, അക്രമോത്സുകത, രണ്ടാമത്തത് ഡ്രഗ്സ്, ലഹരി, മൂന്നാമത്തത് സെക്സ്, ലൈംഗികത. ഈ 3 തീമുകളിൽ കറങ്ങി തിരിയുക എന്നതല്ലാതെ സിനിമകളിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത്? ചില സിനിമയുടെ പരസ്യത്തിന് എന്താണ്? വയലൻസിന്റെ നരകത്തിലേക്ക് സ്വാഗതം. കേവലം വയലൻസ് അല്ല, വയലൻസിന്റെ നരകം. എത്രമാത്രം അക്രമോത്സുകത, ഒരു രണോത്സുകത, ശരീരം കീറി മുറിക്കുന്ന, ശരീരത്തിൽ വെടിയേറ്റുന്ന, പച്ചക്ക് വെടിവെക്കുന്ന, അങ്ങനെ ഒരു വല്ലാത്ത രണോത്സുകതയിലേക്ക്, അക്രമോത്സുകതയിലേക്ക് എത്തിക്കുന്ന രൂപത്തിലാണ് ഇന്ന് പല സിനിമകളും ഉള്ളത്. അതിനെതിരെ ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് എന്താകും? ഈ പറയുന്ന ആൾക്ക് 6-ാം നൂറ്റാണ്ടിന്റെ പഴഞ്ചൻ വിശ്വാസങ്ങളായി മാറും. ഇപ്പം പലർക്കും ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ നിരോധിക്കേണ്ടതാണ്, ഇതൊന്നും പാടില്ല, ഇതിനൊക്കെ കറക്റ്റ് സെൻസർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തുടങ്ങിയിട്ട് എന്ത് കാര്യം? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോട്ടിവേഷനുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വേറെ ചില ആൾ മോട്ടിവേഷൻ ക്ലാസ്സിൽ വരും, വലിയ മോട്ടിവേറ്റേഴ്സ് ഉണ്ട്. അവരെ ക്ലാസ് കേട്ടാൽ എന്താണ്? എന്ത് ചെയ്താലും ദുനിയാവിൽ നേട്ടം ഉണ്ടാക്കുന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ആ ക്ലാസ്സിൽ ഉണ്ടാവില്ല. ദുനിയാവിൽ നിങ്ങൾക്കൊരു കോഴ്സ്
പാസ്സാകണം, ഒരു ബിസിനസ് പിന്നെ കൂടുതൽ കരുപ്പിടിപ്പിക്കണം, അതിന് ചിലപ്പോൾ നിങ്ങൾ കുടുംബത്തെ മാറ്റിവെക്കണം. നിങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു മാസം പോകാതിരിക്കേണ്ടതുണ്ടോ? ചിലപ്പോൾ അങ്ങനെ പോകാൻ അത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞാൽ ദുനിയാവ് എന്ത് വില കൊടുത്തും ദുനിയാവ് ഒട്ടിപ്പിടിക്കുക. ഈ ഭൂമിയിലെ താൽക്കാലികമായ പുരോഗതികള്, കരിയർ ഉന്നതികള്, അല്ലെങ്കിൽ ബിസിനസ് നേട്ടങ്ങള്, ഇതിനെ വല്ലാതെ പെരുപ്പിച്ച് ചില ആളുകൾ വല്ലാതെ മോട്ടിവേഷൻ ക്ലാസ് ഇതങ്ങോട്ട് തലയിൽ കയറിയിട്ട് പിന്നെ വേറെ മൂല്യങ്ങളോ ബോധങ്ങളോ ഉണ്ടാവില്ല. അതും ഒരു പ്രശ്നം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മോട്ടിവേഷനുകൾ ഏത് രൂപത്തിലാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് വിഷയത്തിലാണ് മോട്ടിവേഷൻ കിട്ടുന്നത്, ആ വിഷയത്തിൽ നമ്മൾ എന്താവുള്ളൂ, പ്രചോദിതരാകുള്ളൂ. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മോട്ടിവേഷൻ. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. പരലോകമാണ് എന്നെന്നും ബാക്കിയാകുന്നത്, നിലനിൽക്കുന്നത്. ഏറ്റവും ഖൈറ് പരലോകമാണ്. ആ ഖൈറായ പരലോകത്തെ, അതാണ് നമ്മുടെ മോട്ടിവേഷൻ. അപ്പം ഈ ലോകത്ത് നമുക്ക് ഹാപ്പിനെസ് വേണം, ഈ ലോകത്ത് ജോലി വേണം, ഈ ലോകത്ത് വരുമാനം വേണം, ഈ ലോകത്ത് എല്ലാം വേണം, സന്തോഷം വേണം. പക്ഷേ അതൊന്നും എന്നെന്നും ബാക്കി നിൽക്കുന്ന പരലോകത്തിന് നഷ്ടമാകാൻ പാടില്ല എന്ന രൂപത്തിൽ നമുക്ക് ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ, ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകവും ഹൈറാകും, പരലോകവും ഹൈറാകും. അപ്പം ഇസ്ലാം പഠിപ്പിക്കുന്ന മോട്ടിവേഷൻ അത് ഖുർആൻ പഠിപ്പിക്കുന്ന സ്വർഗമാണ്. ആ സ്വർഗം കിട്ടാൻ ഇവിടെ ചില ലിമിറ്റുകളുണ്ട്. ലിമിറ്റുകൾ മറികടക്കുമ്പോൾ പ്രശ്നമാണ്. മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും പ്രത്യേകം എന്താ അറിയും? മൃഗത്തിന് ഒരിക്കലും ലിമിറ്റ് മറികടക്കാൻ കഴിയില്ല, മനുഷ്യന് ലിമിറ്റ് മറികടക്കാൻ കഴിയും. ഒരു 10,000 കൊല്ലം മുമ്പ് ആഫ്രിക്കൻ കാട്ടിലെ കടുവ എങ്ങനെയാണോ ഇരയെ പിടിച്ചത്, അങ്ങനെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും. അത് വയനാട്ടിൽ കാട്ടിലാണെങ്കിലും ഏത് കാട്ടിലാണെങ്കിലും കടുവ ഇരയെ പിടിക്കുന്നത്. ഒരു 10,000 കൊല്ലം മുൻപ് ഒരു കടുവക്കോ പുലിക്കോ സിംഹത്തിനോ ഒരു ഇരയെ കിട്ടി അതിൻ്റെ വിശപ്പ് മാറിയാൽ പിന്നെ ഒരു ഇരയെയും അതൊന്നും ആക്രമിക്കൂല. അതേപോലെ തന്നെയാണ് 10,000 കൊല്ലത്തിന് ശേഷം ഇന്നത്തെ ഈ കടുവയുടെയും വീടിൻ്റെ അവസ്ഥ. അത് അതിന് നിശ്ചയിച്ച റൂട്ടിലൂടെ മാത്രമേ ജീവിക്കൂ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശത്തിലും ഭൂമിയിലുമുള്ളതൊക്കെ മുസ്ലിങ്ങളായിരിക്കുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്തിന് വിധേയമായിരിക്കുന്നു, കീഴൊതുക്കി ജീവിക്കുന്നു. കീഴൊതുക്കി ജീവിക്കാൻ ഒരു നിയമം വേണമല്ലോ. ആ നിയമം അള്ളാഹ് എങ്ങനെയാണ് അതിനെ പഠിച്ചത്? ആ നിയമത്തിന് വിധേയമായിട്ടൊക്കെ ജീവിക്കുന്നത്. ഇത് പറഞ്ഞ അള്ളാഹ് മനുഷ്യരെ നമ്മുടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഫഹൽ അൻതും മുസ്ലിമുൻ, ജനങ്ങളെ നിങ്ങൾക്കും ഇതുപോലെ നിയമത്തിന് കീഴൊതുക്കി ജീവിച്ചുകൂടെ? മുസ്ലിങ്ങളായിക്കോട്ടെ എന്ന് ചോദിച്ചാൽ നിയമത്തിന് കീഴൊതുക്കി ജീവിച്ചുകൂടെ? അപ്പോൾ മൃഗത്തിന് നിയമം ലംഘിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല, കഴിയില്ല, മനുഷ്യർക്ക് കഴിയും. അതുകൊണ്ടാണ് മൃഗങ്ങൾക്ക് പ്രവാചകന്മാരെ അയക്കാത്തത്, മനുഷ്യർക്ക് പ്രവാചകന്മാരെ അയച്ചത്. മനുഷ്യൻ നിന്റെ നിയമം ഇങ്ങനെയാണ്, ലിമിറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരാൾ വേണം. കാരണം ഇത് ലംഘിക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നിയമം ലംഘിക്കുവാനും പാലിക്കുവാനും സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലത്ത് നിയമം ലംഘിക്കാതെ അത് പാലിച്ച് ജീവിക്കുന്ന ജീവിതത്തിനാണ് എന്തെന്ന് പറയാം? തഖ്വ എന്ന് പറയാം. മനസ്സിലായി? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നിയമത്തെ ലംഘിക്കാനും പറ്റും, നിയമത്തെ പാലിക്കാനും പറ്റും. രണ്ടിനും സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ അല്ല അങ്ങനെ ഉണ്ടാക്കിയത്. എന്നിട്ട് നിയമത്തെ ലംഘിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ ഒഴിവാക്കി നിയമം പാലിക്കുവാനുള്ള റൂട്ടിലേക്ക് നമ്മൾ പോകുന്നതിനാണ് എന്ത് പറയാം? തഖ്വ എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന അല്ലേ, ഖുർറത്ത് അയ്ൻ, അതിൻ്റെ അവസാനം പറഞ്ഞ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇങ്ങനെ നിയമം മുത്തഖിയുടെ ഇമാമാക്കൾ എന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കുവാനും പാലിക്കുവാനും സ്വാതന്ത്ര്യമുണ്ടായിട്ടും നിയമം പാലിക്കുന്ന ജനങ്ങളായി മാറുന്ന അവരുടെ നേതാവാക്കി മാറ്റണം. ഇസ്ലാമിൻ്റെ ആശയം വല്ലാത്തൊരാശയമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് നമ്മൾ റമദാൻ ക്ലാസ്സിലൂടെ മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്ന വിഷയമല്ല. ഇത് ഏതെങ്കിലും സമ്മേളനത്തിൽ 1 മണിക്കൂർ കുടുംബ സെഷൻ എടുത്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ ഒന്നാമതായി ചികിത്സ കിട്ടേണ്ടത്, പരിഹാരം കിട്ടേണ്ടത് മുതിർന്ന നമുക്കാണ്. പ്രത്യേകിച്ച് പുതിയ രക്ഷിതാക്കൾ, ചെറിയ മക്കളുടെ രക്ഷിതാക്കൾ, അവർക്ക് എന്ത് കൊടുക്കണം? കറക്റ്റ് ഇസ്ലാം പറയുന്ന, സൈക്കോളജി പറയുന്ന, സയൻസ് പറയുന്ന, സോഷ്യോളജി പറയുന്ന പാരന്റിങ്ങിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമുണ്ടോ ഇതെല്ലാം കോർത്തു വെച്ചുകൊണ്ട് കൊടുക്കണം. മക്കളുടെ ബിഹേവിയർ രൂപപ്പെടുന്നത്, സ്വഭാവം രൂപപ്പെടുന്നത്, ഇതിലൊക്കെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ എത്ര പങ്കുണ്ട്, രക്ഷിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇവ കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ മക്കൾ ലഹരിയിലേക്കും മറ്റും പോകാതിരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ
ഖുർറത്ത് അഴിയും എന്ന പ്രാർത്ഥന ആര് സ്വീകരിക്കുള്ളൂ? അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. പ്രാർത്ഥന എന്നത് എന്തല്ല, മനുഷ്യനെ മടിയന്മാരാക്കുകയില്ല, മനുഷ്യനെന്താക്കില്ല, അലസന്മാരാക്കില്ല. നമ്മുടെ മുന്നിലുള്ള എന്തെല്ലാം സാധ്യതകളുണ്ട് ആ സാധ്യതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി പണിയെടുത്ത് കൂടുതൽ പണിയെടുക്കുവാനും അധ്വാനിക്കുവാനും നമ്മൾ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഇത് ഇസ്ലാമിലെ ദുആ. അതാണ് ഒരു പോയിന്റ് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്, പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ മക്കളെ മാനസികമായും ശാരീരികമായും സാമൂഹികമായും രക്ഷിച്ചെടുക്കുന്ന പ്രക്രിയക്കാണ് പാരന്റിങ് എന്ന് പറയുക. ഇത് ഏറ്റവും ചുരുങ്ങിയത് ഗർഭകാലം മുതൽ ഒരു 10-18 വർഷം വരെ വേണമെന്ന് പറഞ്ഞു. ഈ പാരന്റിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഫിസിക്കൽ പാരന്റിങ് അല്ല, പിന്നെ ഏത് പാരന്റിങ് ആണ്? മെന്റൽ പാരന്റിങ്. മാനസികമായി രക്ഷിച്ചെടുക്കലാണ്. മനസ്സിലെ ഈ വക കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ. ഏതായാലും ഈ രൂപത്തിലൊക്കെ ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാട്, നമ്മുടെ ഭാവി തലമുറ കേടുവരുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഉത്തരവാദി ഞാനാണ് എന്ന രൂപത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ ശക്തിപ്പെടേണ്ട 2 പ്രധാനപ്പെട്ട സോഷ്യൽ സ്ട്രക്ചറുകളാണ്. ഒന്ന് കുടുംബം, മറ്റൊന്ന് മഹല്ല്. കുടുംബവും മഹല്ലും ശക്തിപ്പെടുത്തുക എന്ന് തന്നെയാണ് ഇതിൻ്റെ പരിഹാരം. ഇപ്പോൾ നോക്കൂ, നമ്മൾ പത്രത്തിലൊക്കെ പിടിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ ലഹരിയുടെ പേരിൽ അവർ ഏതെങ്കിലും മഹല്ലിലെ ആളുകളായിരിക്കില്ലേ? കേരളത്തിൽ ഏതെങ്കിലും മുസ്ലിം മഹല്ലിലെ മെമ്പറായിരിക്കും. ആ മഹല്ലിന് അത് ബാധ്യതയില്ലേ? ആ വ്യക്തിക്ക് മാത്രമല്ല, ആ മഹല്ലിന് ബാധ്യതയുണ്ട്. നമ്മുടെ പള്ളിയുടെ ഏറ്റവും മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിന് എന്താ പറയുക? മിനാരം. മിനാരം എന്നതിൻ്റെ അറബി ഭാഷ എന്താ? ശരിക്കും അറബി പദം മനാറ എന്നാണ്. മനാറ എന്ന് പറഞ്ഞാൽ എന്താ? മനാറ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹൗസ്, പ്രകാശ ഗോപുരം അല്ലേ? ലൈറ്റ് ഹൗസ് എവിടെ സ്ഥാപിക്കാറുള്ളത്? കരയോട് ചേർന്ന്, കടലിനോട് ചേർന്ന ഈ തീരപ്രദേശത്തിലെ കരയിലാണ്. എന്തിനാണ് സ്ഥാപിക്കുന്നത്? ഉൾക്കടലിൽ പെട്ടുപോയിരിക്കുന്ന ആളുകൾക്ക്, മീൻ പിടിക്കാനോ മറ്റാവശ്യത്തിന് പോയ ആളുകൾക്ക് അവർക്ക് വഴി, ദിശ അറിയാം. അപ്പോൾ ഈ ലൈറ്റ് ഹൗസ് നോക്കിയാൽ ഇവർക്ക് ഇത് ഇന്ന സ്ഥലത്തേക്കുള്ള വഴിയാണ്, ഇതിലൂടെ നമ്മൾ പോയാൽ നമുക്ക് കരയിലെത്താൻ രക്ഷപ്പെടാം. അപ്പം മനാറ എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് പറയാൻ നമ്മുടെ പള്ളിയുടെ ചുറ്റിലും ജീവിക്കുന്ന ആളുകൾ, ലഹരിയിലോ മറ്റു കേസുള്ള അകപ്പെട്ടു പോയിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു മുസ്ലിം പള്ളിയുടെ മിനാരം നോക്കിയാൽ പള്ളിയിലേക്ക് കയറി ചെന്നാൽ അവിടെ പോയാൽ എന്താണ്? ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്, അവിടെ ഗൈഡ് ലൈൻ ഉണ്ട്, അവിടെ വഴികാട്ടിയുണ്ട്, അവിടെ ആവശ്യമായ കൗൺസിലിംഗ് സെൻ്ററുകളുണ്ട്, അവിടുത്തെ ഇമാമിന് കൗൺസിലിംഗ് നടത്താൻ കഴിയും. ഈ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന പുതിയ രക്ഷിതാക്കൾക്ക് മക്കളെ എങ്ങനെ വളർത്തണം എന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു മിനാരം കണ്ടാൽ ആ മിനാരമുള്ള പള്ളിയിലേക്ക് വന്നാൽ അവിടെ പാരന്റിങ് ക്ലാസ് ഉണ്ട്. അപ്പോഴെന്താവുള്ളൂ? ഈ മിനാരം എൻ്റെ അർത്ഥം നിറവേറ്റും. അപ്പം മിനാരം എന്നത് കേവലം ഒരു അടയാളമല്ല, മിനാരം എന്നത് ഒരു ആശയമാണ്. മിനാരം എന്നത് ഒരു പള്ളിയുടെ ബാഹ്യമായ അടയാളത്തിൻ്റെ പേരല്ല. മിനാരം എന്നത് ഒരു പള്ളി നിർവഹിക്കുന്ന വലിയ കർമ്മത്തിൻ്റെ, ദൗത്യത്തിൻ്റെ, ആശയത്തിൻ്റെ പേരാണ്. ആ ആശയമാണ് വിളക്കുമാടം അല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുക്കൽ. അവസാനിപ്പിക്കല്ലേ? ഇത്ര പോലെ ഏതായാലും റമദാൻ അതിൻ്റെ പകുതി പിന്നിട്ടു. നമ്മൾ ഇനിയുള്ള സമയങ്ങൾ എന്തൊക്കെ പടച്ചറപ്പ് നമുക്കിതിൽ പുണ്യം നിശ്ചയിച്ചിട്ടുണ്ടോ, ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ടോ, അതൊക്കെ പരമാവധി ലഭിക്കുന്ന രൂപത്തിൽ സമയത്തെ ക്രമീകരിക്കുക. പിന്നെ സമയം നമ്മുടെ ഈ ഫോണാണ് കൂടുതൽ കളയുന്നത്. പണ്ടെല്ലാം റമദാൻ വരുമ്പോൾ വീട്ടിൽ TV എല്ലാം ഓഫാക്കും അല്ലേ? ഓഫാക്കും. ഇന്നോ അതിനേക്കാൾ കൂടുതൽ ഓഫാക്കേണ്ടതാണത് ഇതില്ലേ. ഒരു TV-യിലാണ് സമയം കൂടുതൽ പോവുക, മൊബൈലാണ് സമയം കൂടുതൽ പോവുക? മൊബൈലല്ലേ? അപ്പോൾ പണ്ട് വീടുകളിൽ TV ഓഫാക്കിയ ആ ഒരു സംസ്കാരം നമ്മൾ മൊബൈൽ വിഷയത്തിൽ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് നമ്മുടെ സമയം കൂടുതൽ കിട്ടും. ഏതായാലും അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹ് നിശ്ചയിച്ച സമയം, ആ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക. റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കർമ്മനിരതരായി പ്രാർത്ഥിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. നാളെ 17 കർമ്മനിരതരായി പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ടാണ് ഏതിലുണ്ടായിരുന്നത്? ബദറിലുണ്ടായത് അല്ലേ? അതുകൂടെ നമ്മൾ ഓർക്കുക.
അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم.